That's it. Keep it up. Yeah. Ooh, fantastic. ഇനി നീ ഒന്ന് വിളിച്ചു. Okay, fine. അടിയാ. Fine. അടിയടാ. Oh boy, I got him. What happened, man? Hey, Sunny. Enna പറ്റിയടാ? Hey, Sunny. Hey, let's go. Sunny, പിടിച്ചു. ഒരു കുഴപ്പമില്ല. You just sit down and relax. കുഴപ്പമൊന്നുമില്ല. ജോണി, നീ സാധനം എടുത്തേ. ഇവിടെ വെച്ച് പറ്റില്ല. സാരമില്ല. കൊടുക്കാങ്ങോട്ട്. നിന്നോട് കൊടുക്കല്ലേ പറഞ്ഞ. ഇവിടെ വെച്ചോ. വേഗം കൊടുക്കാങ്ങോട്ട്. കത്തിച്ചോടാ. കത്തിയില്ല, ഇങ്ങോട്ട് കൊടുക്കാം. രണ്ട് പുക അങ്ങെടുത്തോ, സംഭവം ക്ലീൻ. Don't worry, man. You'll be fine. No problem. Come on, let us move. Come, get up. കുഞ്ഞ് നേരത്തെ വന്നല്ലോ. ഡാഡി ഇപ്പൊ ഫോൺ ചെയ്തേ ഉള്ളൂ. വരാൻ ഇനി 2 ദിവസം ആവൂത്രേ. പിന്നെ മമ്മി കാലത്തെ പോയതാ. ഏതാണ്ട് പെണ്ണുങ്ങളുടെ മീറ്റിംഗ് മറ്റുണ്ടെന്നാ പറഞ്ഞേ. അത് എന്റെ കമന്ററി. പിന്നെ കാശ് വല്ലതും വേണമെങ്കിൽ താക്കോല് മുകളിൽ ഇരിപ്പുണ്ടെന്ന് പറഞ്ഞു. ഓ, അത്രയെങ്കിലും ഒന്ന് ചെയ്തല്ലോ. ഓ, കുഞ്ഞിന് വിശക്കൊന്നും ഉണ്ടായിക്കല്ലേ. താനൊന്നും ചോദിച്ചോണ്ട് വരണ്ട. ഓ, അയാൾക്കൊരു സ്നേഹം കയറുന്നു. എന്തു ചെയ്യാം, നല്ലൊരു ജന്മമായിരുന്നു. പറഞ്ഞിട്ട് എന്താ കാര്യം? പോയില്ലേ? നല്ലവരെയൊക്കെ ദൈവം വേഗം വിളിക്കൂടാ. ഇതെപ്പോഴായിരുന്നു? അയ്യോ പാവം, അന്തോണി ചേട്ടൻ മരണത്തിൽ അദ്ദേഹത്തിന് അഗാധമായ ദുഃഖമുണ്ട്.
അവിടെ ഇരുന്നോട്ടെ. അല്ല, ചത്തുപോയെന്ന് കയറി നമ്മളും ഉണ്ടായിരുന്നിട്ട് എന്താ കാര്യം? അച്ചായോ സാധനം ഉണ്ടോ? അളവെത്രയാ? നീളോ വീതിയും പറ. എന്തിന്റെ? ശവത്തിന്റെ അല്ലാതെ എന്താ? ഒന്ന് കണ്ണു തുറക്ക്, എന്നല്ലേ കാണാൻ പറ്റൂ. ആ, നിങ്ങളാ? ഇത് എപ്പോ സംഭവിച്ചതാ? ഇന്നലെ രാത്രി അത്താഴം കഴിഞ്ഞ്. അത്താഴം ആരാ കഴിച്ചേ? അല്ല, ഉച്ചക്ക് ഊണ് കഴിഞ്ഞ്. ഏതാണ്ട് ആ നേരത്ത് കിടന്നതാ. അല്ല, ഇതിങ്ങനെ തുറന്നു വെച്ചോണ്ട് കിടന്ന് ഉറങ്ങിയാലേ ആരെങ്കിലും വന്ന് എന്തെങ്കിലും എടുത്തോണ്ട് പോയാലോ? ഇവിടെ എന്താ എടുക്കാനുള്ളത്? ശവപ്പെട്ടി. അത് ആർക്കാ വേണ്ടത്? ശവങ്ങൾ. കുഞ്ഞുങ്ങളെ, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ശവങ്ങൾ മോഷ്ടിക്കില്ല. എന്റെ ഇത്രയും നാളത്തെ അനുഭവം കൊണ്ട് പറയാ, ജീവിച്ചിരിക്കുന്നതിനേക്കാളും ഭേദം വിശ്വസിക്കാൻ ശവങ്ങളാ. പെങ്ങന്മാരനെ കല്യാണം വരെ കഴിച്ചു കൊടുക്കാം. കത്ത് കിട്ടിയോ രക്ഷപ്പെട്ടു. അപ്പോഴേ ഞങ്ങൾ കാലത്തെ വന്നത് ഈ ശവപുരാണം കേൾക്കാനല്ല, കാലത്തെ നല്ലൊരു മൂടുണ്ടാക്കാനുള്ള വഴി എന്താ നോക്ക്. മൂടുണ്ടാക്കാൻ ഞാൻ പുതിയ എവിടെ വെച്ച്? അല്ല, ഇത് എപ്പോ എത്തി? കവാടപിതാ തുറന്നിരിക്കുന്നു. വാ, നമുക്ക് നിങ്ങൾ എന്റെ പിന്നാലെ വരുവിൻ. നിങ്ങൾക്ക് ആവശ്യമുള്ളത് എന്റെ കൈവശമുണ്ട്. മിലിറ്ററി എങ്കിൽ രാവിലെ ഒക്കെ ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ടാവിടെ. വേറെന്താ പണി? ഞാൻ പറഞ്ഞില്ലടാ. നോക്ക്, സംഗതി റെഡി. എവിടുന്ന് തപ്പി എടുത്ത കൊച്ചു കള്ള. അന്വേഷിപ്പിൻ, കണ്ടെത്തും. അങ്കിൾ കാലത്ത് ഒരു ബൈബിൾ മോഡലാണല്ലോ. ഇപ്പോൾ ഒരു പ്രധാന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഉറക്കം വരുന്നില്ല. ഏയ് വേണ്ട വേണ്ട, ഞങ്ങൾ ഇപ്പോ ജീവൻ കൊടുത്തിങ്ങോട്ട് എഴുന്നേപ്പിച്ച് കൊണ്ടുവന്നേ ഉള്ളൂ. ആരെങ്കിലും ഒന്ന് തെറുത്ത് കൊടുത്താ പിന്നെ വലിയച്ചങ്ങ് കയറ്റിക്കോളൂ. എന്റെ പൊന്നു മക്കളെ, പഴയ ആത്മാവല്ലേ, പെട്ടെന്നൊന്നും അങ്ങനെ പോയിഞ്ഞു പോവില്ല അല്ലേ? അപ്പോ എന്താണ് ഇന്നത്തെ ചർച്ചാ വിഷയം? എന്റെ കർത്താവേ, എന്താടോ? ഞാൻ ഈ ശവപ്പെട്ടി മുഴുവൻ ഉണ്ടാക്കി വെച്ചിട്ട് എന്താ ഒരു കാര്യമുള്ളേ? നമ്മുടെ നാട്ടില് കൊള്ളാവുന്ന ഒരുത്തം മരിച്ചിട്ട് 2 മാസമായില്ലേ? അച്ചായൻ പേടിക്കാതെ, ഈ കൊടുങ്കാറ്റും വെള്ളപ്പൊക്കമൊക്കെ ഇവിടെ ഉണ്ടാവും. അച്ചായന് യോഗം ഉണ്ടായാ പോരല്ലോ, ചാവുന്ന ക്രിസ്ത്യാനി തന്നെ ആവണ്ടേ? ദേ, കഴിഞ്ഞ ആഴ്ചയിൽ കാരക്കാമുറിയില് ഒരു ബസ് മറി കേട്ട വഴി ഞാൻ ഓടി. 2 ഉണ്ടായിരുന്നു. എന്നിട്ട് എന്താ കാര്യം? 2 ഹിന്ദുക്കളാ. അതുപോലെ തന്നെ ദേ ഞൗരിക്കുളത്തില് ഒരു അമ്മയും ഒരു മോനും. ഇതൊക്കെ യോഗണേ, കിട്ടുമ്പോഴേ ഇത് കിട്ടുള്ളൂ. ഞാൻ ചെന്ന് ഇങ്ങനെ മതി മതി മതി. ആര് അവിടെ അവിടെ ഈടോ, തനിക്ക് ഈ ശവത്തിന്റെ കാര്യമല്ലാതെ വേറൊന്നും പറയാനില്ലേ? ശവപ്പെട്ടി കച്ചവടക്കാരൻ പിന്നെ സുവിശേഷ പ്രസംഗം നടത്താ. എടോ അന്തോണി, ഈ കുഞ്ഞാടുകൾ എന്തിനാ പള്ളിക്കുടുത്തി പോലും പോകാതെ നേരെ ഇങ്ങോട്ട് വരുന്നത്? ഇതിനെന്നെ എന്തിനാ? ഞങ്ങൾക്ക് ആ നരകം വേണ്ട. ഞങ്ങൾ ഈ സ്വർഗത്തിന്റെ പടിവാതിലിൽ കുത്തിയിരുന്നോളാം. കേട്ടല്ലോ, ഇടോ, മരിച്ചവരുടെ കഥകളല്ല, ജീവിച്ചിരിക്കുന്നവരുടെ വീരകഥകളാണ് ചെറുപ്പക്കാർ കുത്തേജനം നൽകുന്നത്. ഉദാഹരണമായി, ഫോർ എക്സാമ്പിൾ, നേരത്തെ തുടങ്ങിയിട്ടുണ്ടാ. ഇൻ 1942 ജപ്പാൻകാരുടെ ചീറുന്ന പീരങ്കിക്ക് മുമ്പിൽ ഡിസംബറിലെ തണുപ്പുള്ള ഒരു പ്രഭാതത്തിൽ ഒരു കൊച്ചു വിച്ചാത്തി പോലും കയ്യിലില്ലാതെ ഈ ഞാൻ, ഈ അങ്കിൾ ഫെർണാണ്ടസ്, അപ്പൊ അതും വേണ്ടേ? അല്ലെങ്കിൽ വേണ്ട. ഉച്ചപൂജയ്ക്കുള്ള ഒരു പൊതി ഇങ്ങി തന്നാ ഞങ്ങളങ്ങ് കാശെടുക്ക. തൽക്കാലം ഇതിരിക്കട്ടെ, ബാക്കിയൊക്കെ പിന്നെ കണക്ക് പറയാം. അയ്യോ, ഒരു താങ്ക്സിലും പറയടോ. ഇടോ, ദരിദ്രവാസി ഉച്ചയ്ക്ക് നക്കാനുള്ളത് തരുന്നത് ഈ പിള്ളേരാ, അല്ലാതെ തന്റെ ശവങ്ങളല്ല. താങ്ക്സ് മതിയല്ല. വൈകുന്നേരം കാണണം. നാളെ വന്നാലും മതി. ഞാനൊന്ന് തീരുമാനിച്ചു. എന്താ? ഞാൻ ഈ അടുത്ത കാലത്തെങ്ങും മരിക്കുന്നില്ല. അയ്യോ, അപ്പൊ നമ്മുടെ സ്പെഷ്യൽ പെട്ടിയുടെ കാര്യം എന്താ ചെയ്യാ? അതിലേതെങ്കിലും കൊള്ളാവുന്ന ശവങ്ങൾ വന്നോളും. ഇടോ, നമ്മൾ പോയാ പിന്നെ ഈ കുഞ്ഞാടുകളെ ആര് നയിക്കും? ഞാനൊന്ന് ഉറങ്ങാൻ പോവാ. താനത്തേര് ഉറന്നിരിക്കെ. അയ്യോ, ഞാനും 3-4 ദിവസമായി ഉറങ്ങിട്ട് ഉറക്കം വരിക. ഭക്ഷണം എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട് കുഞ്ഞെ. എനിക്കൊന്ന്
എനിക്കൊന്നും വേണ്ട. എന്തെങ്കിലും ഒന്ന് വന്ന് കഴിക്കേ. എന്നും ഇങ്ങനെ അത്താഴപ്പഴിച്ച് കിടന്നാലോ? അതുകൊണ്ട പിന്നെ കള്ളനാന്ന് അന്നല്ലേ മനസ്സിലായത്. ആ പെർഫോമൻസ് ഉണ്ടല്ലോ, വരാതിരിക്കാൻ ഒക്കുമോ? അപ്പോ നീ തീർച്ചയായും അങ്ങോട്ട് വരുമല്ലോ. ഓക്കെ മോനെ, ഈ ന്യൂ ഇയറിന് മമ്മി എന്താ പ്രസന്റേഷൻ തരേണ്ടത്? ഒന്നും വേണ്ട, ഉപദ്രവിക്കായിരുന്നാ മതി. ഇപ്പൊ നിനക്ക് ഞാനൊരു ഉപദ്രവമായി അല്ലേ? നിനക്ക് വേണ്ടിയാടാ ഞാൻ ജീവിക്കുന്നത് തന്നെ. ഇപ്പൊ കൂടെ നിനക്ക് ഫസ്റ്റ് റാങ്ക് കിട്ടാൻ കാണേണ്ടവരെയൊക്കെ കാണാൻ നിന്റെ ഡാഡിയോട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. എവിടെ നോക്കിയാലും ആക്സിഡന്റിന്റെ വിവരമേ ഉള്ളൂ. ആ, നീ ബൈക്ക് എടുക്കണ്ട കേട്ടോ, കാർ എടുത്താ മതി. എന്നെന്തിനാ ഇവിടെ പിടിച്ചുകൊണ്ടുവന്നേ? ഞാൻ അവിടെ ഇത്തിരി കഞ്ചാവ് വലിച്ച് കാണണ്ടേ? വേണ്ട, ഇത് ലൈറ്റും കെടുത്തില്ലോ. കഞ്ചായോ? നവവത്സരം യുവവത്സരം പുതുവത്സരം പിറന്നു, പ്രേമോത്സവം സ്നേഹോത്സവം മതിരോത്സവം വന്നു. നവവത്സരം യുവവത്സരം പുതുവത്സരം പിറന്നു, പ്രേമോത്സവം സ്നേഹോത്സവം മതിരോത്സവം വന്നു. ഹാപ്പി 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 ന്യൂ ഇയർ, ഹാപ്പി 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 ന്യൂ ഇയർ everybody, happy 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 new year, happy 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 new year. നവവത്സരം യുവവത്സരം പുതുവത്സരം പിറന്നു, പ്രേമോത്സവം സ്നേഹോത്സവം മതിരോത്സവം വന്നു. മഞ്ജുള സംഗീതം തപസ്സിൽ മംഗളമണിനാദം, സുരസുന്ദരിമാരുടെ ചുണ്ടുകളിൽ പൂപ്പുഞ്ചിരിതൻപൂരം. മഞ്ജുള സംഗീതം നഭസ്സിൽ മംഗളമണിനാദം, സുരസുന്ദരിമാരുടെ ചുണ്ടുകളിൽ പൂപ്പുഞ്ചിരിതൻപൂരം. വരു വരു നീ കാമിനി, ക്ഷണിക്കുന്നു ഈ യാമിനി. വരു വരു നീ കാമിനി, ക്ഷണിക്കുന്നു ഈ യാമിനി. ഗാനം പാടി പാടി നൃത്തമാടി അടി സുഖമധു നുകരുക നമ്മൾ. ഹാപ്പി 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 ന്യൂ ഇയർ, ഹാപ്പി 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 ന്യൂ ഇയർ എവരിബഡി. ഹാപ്പി 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 ന്യൂ ഇയർ, ഹാപ്പി 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 ന്യൂ ഇയർ. നവവത്സരം യുവവത്സരം പുതുവത്സരം പിറന്നു, പ്രേമോത്സവം സ്നേഹോത്സവം മതിരോത്സവം വന്നു. കൊട്ടി കൈ കൊട്ടി താളം കൊട്ടി താരം കൊട്ടി മുട്ടി മുട്ടി തോൾ മുട്ടി മേരി മുട്ടി ചുറ്റി ചുറ്റി താളത്തിൽ മേളത്തിലുടൽ ചുറ്റി കട്ട കട്ട കയറിൽ പമ്പരം പോലെ. കൊട്ടി
കൊട്ടി കൈ കൊട്ടി താളം കൊട്ടി താരം കൊട്ടി മുട്ടി മുട്ടി തോൾ മുട്ടി മേരി മുട്ടി ചുറ്റി ചുറ്റി താളത്തിൽ മേളത്തിൽ ഉടൽ ചുറ്റി കട്ട കട്ട കയറിന്മേൽ പമ്പരം പോലെ പമ്പരം 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 പോലെ വരൂ വരൂ നീ കാമിനി ക്ഷണിക്കുന്നു ഈ യാമിനി വരൂ വരൂ നീ കാമിനി ക്ഷണിക്കുന്നു ഈ യാമിനി ഗാനം പാടി പാടി നൃത്തമാടി ആടി സുഖമധു നുകരുക നമ്മൾ ഹാപ്പി 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 ന്യൂ ഇയർ വിഷ് യു ഹാപ്പി 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 ന്യൂ ഇയർ എവരിബഡി ഹാപ്പി 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 ന്യൂ ഇയർ ഹാപ്പി 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 ന്യൂ ഇയർ നവവത്സരം യുവവത്സരം പുതുവത്സരം പിറന്നു പ്രേമോത്സവം സ്നേഹോത്സവം മതിരോത്സവം വന്നു മതിരോത്സവം വന്നു മതിരോത്സവം വന്നു അങ്ങേര് ഫ്ലാറ്റാ. ഫ്ലാറ്റോ? നോക്കട്ടാ. എന്തോടി ചേട്ടോ? അളവെത്രയാ? നീളോ വീതിയും പറ. ആ, ഇത് ഫ്ലാറ്റ് തന്നെയാ. നല്ലൊരു ന്യൂ ഇയർ ആയിട്ട് ഏതെങ്കിലും ഒരു ചരക്കിന് ഹാപ്പി ന്യൂ ഇയർ അടിച്ചില്ലേ പിന്നെ എപ്പോഴാടാ അടിക്കുന്നേ? അതിനില്ലല്ലോ. എന്ന് പറഞ്ഞാ പറ്റില്ല. ആർക്കെങ്കിലും ഒന്ന് വിളിച്ചെങ്കിലും പറയണടാ. അതിനിപ്പോ എവിടെയാടാ പെണ്ണ്? ഞാനൊരു ഐഡിയ പറയാം. ഇവന്റെ ഒരു ഐഡിയ സർ. ചുമ്മാ മിണ്ടായിടാ, ഞാനത് പറയട്ടെ. ഓ. നമ്മൾ ഐശ്വര്യമായിട്ട് ടെലിഫോൺ ഡയറക്ടറി എടുക്കുന്നു. ദൈവത്തെ വിചാരിച്ച് തുറന്ന് ഒരു നമ്പർ തപ്പുന്നു. ഏതെങ്കിലും ഒരു പെണ്ണിന്റെ നമ്പർ കിട്ടൂലേ? പിന്നെ നമ്മള് ഫോണില് ഹലോ ഹാപ്പി ന്യൂ ഇയർ. ഇവന്റെ ചില ഐഡിയാസ് കൊള്ളാം കേട്ടടാ. അതിനിപ്പോ ആരടാ ചെയ്യാൻ പോണേ? അത് പിന്നെ നമ്മളെ പറ്റൂല. പോക്കടാ. പറ്റൂല. എനിക്ക് വരില്ല. എന്താണ് പിന്നെ ഞങ്ങളൊക്കെ ഇരിക്കടാ. Now we'll make a phone call, okay? Oh God, Father, Son, and the Holy Spirit. Beep 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 beep. Got it. Love Creeper, Premalada, 67653. I will get her. I will get her. It's ringing. ഹലോ, പ്രേമലത ഹിയർ. ഹായ്, ഒരു പെണ്ണടാ. പെണ്ണോ? പറ, വേഗം പറ. ശബ്ദം മധുരം. ഹാപ്പി ന്യൂ ഇയർ. പിന്നെ ഒരു ന്യൂ ഇയർ ഗിഫ്റ്റ്. കട്ട് ചെയ്തടാ. അങ്ങനെ വിടാൻ പാടില്ല. ഐ വിൽ ഗെറ്റ് ഹർ. അപ്പോഴേ ഞാനൊരു പ്രസന്റേഷൻ തന്നില്ലേ, അതുപോലെ എനിക്കും. നോൺസെൻസ്. എന്താടാ, എന്ത് പറ്റി? ഷട്ടർ പറഞ്ഞടാ. ശബ്ദം മധുര. സാരമില്ലടാ,
പെണ്ണിന്റെ വയലിൽ നിന്നല്ലേ മധുരിക്കും. ഐ വിൽ ഗെറ്റ് her. Shit, it's still engaged. അവള് റിസീവർ താഴെ വെച്ചിട്ടുണ്ടാവും. അവളെ അങ്ങനെ വിടാൻ പറ്റില്ല. നാളെ പിടിക്കണം. Don't forget the number 67653. 67653. ഹലോ, ആ ഉഷയാണോ? സെയിം ടു യു. സുനിലോ? ഇപ്പൊ വിളിക്കാം. മോനെ, മോനെ സുനിൽ, എന്തൊരോർക്കാ മോനെ ഇത്? ദേ ഉഷ ലൈനിൽ നിൽക്കുന്നു. മമ്മിയാണ് മോനെ നെനപ്പിക്കുന്നത്. ജാനുവരി 1 അല്ലേ? ഹലോ, സുനിൽ സ്പീക്കിംഗ്. ആ, സെയിം ടു. ആ, നാളെ മറ്റോ ആകാം. ഓക്കെ. ഹലോ, പ്രേംലത ഹിയർ. Oh, what a seductive voice. Sweet. ആരാ സംസാരിക്കുന്നേ? നിന്റെ ശബ്ദമാധുരിക്ക് ഒരു ഗിഫ്റ്റ്, ഒരു വിദൂര ചുംബനം. ഹലോ ഹലോ, കട്ടായടാ. ഒരു മയവും ഇല്ലാതാന്നല്ലോടാ. ഇവളല്ല, ഇവളെക്കാൾ വലിയവൾ വീഴും. പിന്നല്ലേ പാവം പ്രേമലത. ഒന്നുകൂടെ നോക്കടാ. തെറി ഞാൻ തന്നെ കേൾക്കണം അല്ലേ? നീ അല്ലേടാ മോനെ ഹീറോ. ഒന്നുകൂടെ നോക്കടാ പായ. നിന്റെ ഒരു വെപ്രാളം. അവളെ നമുക്ക് എത്രയാടാ നമ്പർ? 67653. ഹലോ, മോളെ ഇനി വാ. ഹലോ, ഏയ് മോളെ ഉണ്ടല്ലോ. ഓ വിളിക്കാം. കൊച്ചമ്മ മേലാത്ത സാവിത്രി കൊച്ചമ്മ വിളിക്കുന്നു. പോരെ. ഹലോ, അയ്യോ സോറി ട്ടോ, ഞാൻ കൊച്ചിന് ചോറ് കൊടുക്കായിരുന്നു. എപ്പോ വന്നു? ആ, കോൾ അടിച്ചു. ആര്? ചേട്ടനോ? ചേട്ടൻ എപ്പോഴും ടൂറിലാണല്ലോ. വല്ലപ്പോഴും ഇവിടെ ഉണ്ടായ ഭാഗ്യം. പിന്നെ മോളുള്ളതുകൊണ്ട് ബോറടി അറിയുന്നില്ല. അവളും കോൺവെന്റ് പോയ പിന്നെ വീണ്ടും തനിച്ചായി.
രണ്ടുപേരും കൂടെ ഒരു ദിവസം ഇങ്ങോട്ട് വാ. വെക്കട്ടെ. ഹലോ. എന്താടാ പറയണ്ടേ? നീ അങ്ങോട്ട് വരുന്നുണ്ടെന്ന് പറയടാ. റെഡി ആയിട്ടിരിക്കാൻ പറ. ഞാനേ അങ്ങോട്ട് വരികയാണ്. നീ റെഡി ആയിരിക്കെ. റെഡി എന്ന് പറഞ്ഞാൽ നിന്റെ ബർത്ത്ഡേ സ്വീറ്റിൽ പിറന്ന പോലെ. ഹലോ, ഹോട്ടൽ മെട്രോ. മിസ്റ്റർ ജയകുമാർ ഒന്ന് കണക്ട് ചെയ്യാമോ? പുറത്തു പോയിരിക്കണോ? വന്നാ വീട്ടിലേക്കൊന്ന് വിളിക്കാൻ പറയണം. മിസ്സസ് ആണ്, അത്യാവശ്യ കാര്യമാണ്. യെസ്. ആര്? പിന്നെ എൻഗേജ്ഡ്. ഓ, ഇപ്പൊ വിളിച്ചതും അയാൾ തന്നെയാണെന്ന് ഉറപ്പാണോ? ശരി, നിങ്ങൾ അപ്സെറ്റ് ആകാതെ ഞാൻ ഉടനെ വേണ്ടത് ചെയ്യാം. നിങ്ങളുടെ അഡ്രസ് ഒന്ന് പറയൂ. ആ, ശരി. ഓരോ ദിവസവും പത്രത്തിൽ വരുന്ന വാർത്തകൾ കാണുമ്പോ മനസ്സിൽ പേടിയാ. ഇവിടെ ഞാനും മോളും മാത്രമേ ഉള്ളൂ. ധൈര്യമായിരിക്കെ. എന്തായാലും പോലീസിന്റെ സഹായം എപ്പോഴും ഉണ്ടാവും. ഒരു നിസ്സാരമായ ഫോൺ കോൾ ആണെന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് തള്ളിക്കളയാവുന്ന ഒരു കേസല്ലിത്. ഒരുപക്ഷെ റേപ്പ് സംഘത്തിൽപ്പെട്ട ആരുടെയെങ്കിലും വേലയാകും. കുറച്ചു കാലമായി വളരെ വിദഗ്ധമായ രീതിയിൽ അവർ പോലീസിനെ കബളിപ്പിച്ചുകൊണ്ടിരിക്കുക. ഭർത്താവിന് എന്താ ജോലി എന്ന് പറഞ്ഞത്? ഗ്വാലിയറിന്റെ മാർക്കറ്റിംഗ് മാനേജരാ. കൂടുതൽ സമയം ടൂറിലായിരിക്കും. കോള് ട്രേസ് ചെയ്യാൻ പറ്റുമെന്ന് ഒന്ന് നോക്കട്ടെ. ഇനി മറ്റൊരു കാര്യം, ഒരല്പം വിഷമമുള്ളതാണ്, എങ്കിലും ചെയ്തേ പറ്റൂ. ഇനി ഫോൺ വരുമ്പോ കുറേ നേരം അയാളെ സംസാരിക്കാൻ അനുവദിക്കുക. ദാറ്റ് മീൻസ് നിങ്ങൾ ഫോൺ താഴെ വെക്കാതിരിക്കുക. അയാൾ എന്ത് വേണമെങ്കിൽ പറയട്ടെ, കാര്യമാക്കണ്ട. മാത്രമല്ല, നിങ്ങൾക്ക് അയാൾ പറയുന്നത് ഇഷ്ടപ്പെടുന്നു എന്ന് തോന്നുന്ന രീതിയിൽ റിയാക്ട് ചെയ്യുകയും വേണം. എങ്കിലേ അയാൾ വീണ്ടും വിളിക്കൂ. ഓരോ തവണ വിളിക്കുമ്പോഴും ഫോൺ എടുക്കണം, സംസാരിക്കുകയും വേണം. പിന്നെ കണ്ടുപിടിക്കുന്ന കാര്യം എളുപ്പമായി. നിങ്ങളുടെ സഹകരണം ഉണ്ടെങ്കിലേ ഞങ്ങളുടെ ജോലി എളുപ്പമാവും. അപ്പോ ഞാൻ ഇറങ്ങട്ടെ. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചോളൂ. ശരി. ആ, മോളല്ലേ? എന്താ മോടെ പേര്? ഇന്ദു. ഏത് ക്ലാസ്സിലാ പഠിക്കുന്നത്? മെഡിക്ക്. വരട്ടെ. ആ, മോൾ എടുക്കണ്ട. ആ, ഫോൺ എടുക്ക്. എന്റെ കരളിന്റെ കുളിരെ, നീ ഒരു പ്രണയ മന്ദാര സിന്ദൂര പുഷ്പമാണ്. നീ ഇല്ലാത്ത ജീവിതം എനിക്ക് സഹാറ മരുഭൂമി പോലെയാണ്. പ്രാണനാഥേ, നിന്റെ നഗ്നമേനിയുടെ വടിവുകളും തുടിപ്പുകളും സ്വപ്നം കണ്ട് എത്രയെത്ര രാത്രികളാണെന്നോ ഞാൻ ഉറങ്ങാതെ കിടന്നിട്ടുള്ളത്. നീ എന്റെ പ്രേമം അറിയാത്തത് എന്താണ് പ്രിയേ?
നീ എന്റെ അവൾ ഫോൺ കട്ടിയിട്ടില്ലടാ. എന്റെ സാഹിത്യം അവൾക്ക് സുഖിക്കുന്നുണ്ടെന്നാണ് തോന്നുന്നത്. ഞാൻ ചങ്ങമ്പുഴയുടെ രമണനാണ്. ഷേക്സ്പിയറിന്റെ റോമിയോ ആണ്. ഒമർ ഖയാമിന്റെ അരുമ ശിഷ്യനാണ്. ഇതാ പെട്ടെന്ന് മൈ ഡാർലിംഗ് എന്ന് പറഞ്ഞ് കട്ട് ചെയ്തേക്ക്. കമോൺ. എല്ലാ വാതിലുകളും ചവിട്ടി തുറന്ന് ഇന്ന് രാത്രി ഞാൻ വരും. ആ പട്ടുമെത്ത എനിക്ക് വേണ്ടി അലങ്കരിക്കൂ. കേട്ടോ എന്താ കേട്ടോ എന്താ കേട്ടില്ലടാ? She called me darling. I am happy than all. She called me darling. ഇവന് ഇവിടെ എല്ലാം തോന്നില്ലടാ. അല്ല അവന് പ്രേമലതയെ കിട്ടിയില്ലേ? ഞാൻ പറഞ്ഞില്ലേടാ അവള് വീഴുവെന്ന്. കാര്യമൊക്കെ ശരി, 50-50. ഈ ഫോണിൽ സംസാരിച്ചിട്ട് മാത്രം കാര്യമില്ലല്ലോ. പിന്നൊരു കാര്യം, കളിക്കുന്നതൊക്കെ ശരി, അവൾ ഏതാ പാർട്ടിന്ന് ആർക്കറിയാം? വല്ല ഐജിയുടെ മറ്റോ ഭാര്യയാണോ ആവോ? അവരെങ്ങാനും ഫോൺ ട്രേസ് ചെയ്താൽ കഴിഞ്ഞില്ലേ? ഏതായാലും നമുക്കിനി വീട്ടിൽ നിന്ന് ഫോൺ വേണ്ട. തന്നെയുമല്ല ഡാഡി മമ്മി എങ്ങാനും പറഞ്ഞ അതും കുഴപ്പ. അവര് വരുന്നവരെ ഈ കളിയൊക്കെ അവിടെ പറ്റൂ. അതൊക്കെ പിന്നെ അവളെ ഒന്ന് കാണാൻ എന്താ വഴി? അഡ്രസ് അല്ലടാ കയ്യിലിരിക്കുന്നേ, തേടി പിടിക്കുക തന്നെ. വീട്ടിൽ പോകുന്നത് ഞാനില്ല, പോകുന്നതിനൊക്കെ പോയിച്ചാ മതി. അവനെ ആരാണ്ട് വിളിച്ച മാതിരി നീ വരണ്ട. അല്ലേ പിന്നെ വരാൻ പോകുന്നു. വീട് കണ്ടുപിടിച്ചു. പക്ഷെ പെണ്ണവിടെ? നീ ഒന്ന് അടങ്ങടാ, ലക്കുണ്ടെങ്കിൽ വരാതിരിക്കില്ല. ഒരു സ്കൂൾ വാൻ വരുന്നു. വല്ല കിളവിയായിട്ടുള്ള 5-6 പിള്ളേരെയും പറ്റി. നീ ക്ഷമിക്കണം, നമ്മൾ ചുമ്മാ കുട്ടികളുണ്ടെന്നും വെച്ചാൽ അതൊന്നും ഒരു പ്രശ്നമല്ല.
ആള് കാണാൻ കൊള്ളാമോ? എങ്കി നോക്കിക്കോ. ഹ, ഇവനോടല്ലേ ഈ പറയുന്നത്? നല്ല ഐശ്വര്യമുള്ള നല്ല A1. നിന്നോട് എന്തിനാ ഇതൊക്കെ ഈ പറയുന്നത്? ഒന്ന് പറയടാ. ഡേ, ഒന്ന് മിണ്ടായിരടാ. അതല്ലടാ, ഈ ഫാമിലി പാർട്ടി ആകുമ്പോഴേ യാതൊരു പ്രശ്നവുമില്ല. സംഗതി സേഫ് അല്ലേ? അല്ല, കുഴപ്പമുണ്ടേലേ ഞങ്ങള് നോക്കിക്കോളാവേ. ജോണി, കുഴപ്പമല്ല ഉണ്ടാവൂടാ. തുടങ്ങി. ഇവനാണെങ്കിൽ കഞ്ചാവടിക്കുമ്പോഴെങ്കിലും കുറച്ച് ധൈര്യമുണ്ട്. നിനക്ക് അതുമില്ലല്ലോ. അല്ല, അതുകൊണ്ടല്ല. ആ, അന്നപ്പോഴെന്നെ ഡാർലിംഗ് വിളിച്ചല്ലേ? പിന്നല്ലാതെ. യു ക്യാരി ഓൺ മാൻ. ഇതുപോലെ ഒരു ചാൻസ് വരാനുണ്ടോ? എന്റെ പൊന്നു മോളെ, ഞാൻ നിന്നെ ഒരു 100 തവണ ഫോൺ ചെയ്തിട്ടുണ്ട്. ആരെങ്കിലും ഒന്ന് എടുക്കണ്ടേ? ഞാൻ എങ്ങനെ എടുക്കുന്നായി പറയണേ? 2 ദിവസമായിട്ട് ഫോൺ ബില്ല് കേട്ടാലേ എനിക്ക് ആകെ ടെൻഷനാ. എന്നെ ഇവിടെ ഒറ്റയ്ക്കാക്കിയിട്ട് ചേട്ടൻ ഇങ്ങനെ ലോകം ചുറ്റി നടന്നാലോ? ഇപ്പൊ തന്നെ എത്ര പ്രാവശ്യം അവൻ ഫോൺ ചെയ്തെന്നറിയോ? എന്തൊക്കെ തോന്നിയ അവൻ പറഞ്ഞു കൂട്ടണേ. ഒന്നുമില്ല. ഒരു പീറ ചെറുക്കം വല്ലതും പറഞ്ഞെന്ന് വെച്ച് നീ ഇങ്ങനെ പേടിച്ചാലോ? അവനൊരു ചുക്കും ചെയ്യില്ലെന്നേ. ചേട്ടൻ അതും പറഞ്ഞങ്ങ് പോയാൽ മതിയല്ലോ. അവൻ എപ്പോഴാ കയറി വരുമെന്ന് എനിക്ക് പേടി. എനിക്ക് പോവാതൊക്കോ മോളെ, എന്റെ ജോലി അത്തരത്തിലായി പോയില്ലേ. ആ നോക്ക്, ഈ ടൗണിലാവുമ്പോഴേ ഇങ്ങനെ പലതും നടന്നിരിക്കും. നീയാണെങ്കിൽ ഒരു തനി നാടൻ, എന്താ പറയേണ്ടത്, ശാരീരിക സൗന്ദര്യമൊന്നോ സന്ധ്യക്ക് വിളക്കും ഒക്കെ എടുത്ത് ദീപം ദീപം എന്നൊക്കെ പറഞ്ഞു. അയ്യോ, അവനാ ഫോൺ ചെയ്യുന്നത്. നീ എന്തിനാ ഇങ്ങനെ പേടിക്കുന്നേ? ഹലോ, എന്താ? അല്ല, പക്ഷെ ആള് മാറി. വല്ല പോലീസോ മറ്റോ ആണോ? പോലീസ് അവന്റെ ഒരു ഭാവന പോന്ന്. അവനവിടെ കാവലിരിക്കല്ലേ? എടാ, അവിടെ മറ്റേ ആനക്കാരനാവോ? അവൻ അതിനപ്പുറം. നീ ഒന്നുകൂടെ കറക്കടാ, വല്ല റോങ്ങും വീണായിരിക്കും. നീ ഒരു കാര്യം ചെയ്യും, ഞാൻ ഉച്ചയ്ക്ക് വരാം. ഓഫീസിൽ കൊടുത്തേക്ക്. ആരെയിപ്പോ ഫോൺ ചെയ്ത്? ഹലോ പറഞ്ഞു, കട്ടായി. നിനക്ക് ഫോണെന്ന് പറഞ്ഞാലേ പേടിയായി തുടങ്ങില്ലേ? അവൻ തന്നെ ആയിരിക്കുള്ളൂ അത്. ഞാൻ തനിച്ചാണെന്ന് വിചാരിച്ച അവൻ ഈ വൃത്തികേടുകളൊക്കെ കാണിക്കുന്നത്. ചേട്ടന്റെ ശബ്ദം കേട്ട് വെച്ചതാവും. സാരമില്ലെന്നേ. പോലീസുകാരെന്താ പറഞ്ഞേ? ഇനി അവൻ ഫോൺ ചെയ്യുമ്പോ സംസാരിച്ചോണ്ടേ ഇരിക്കാം അവനോടെ. ഇനി അവനെന്ന് വിളിക്കട്ടെ, റാസ്കൽ. നിങ്ങൾ ഒരു കാര്യം ചെയ്യ്, ഈ കുന്താന്റെ അടുത്ത് എവിടെ കൊണ്ട് കളാ. അല്ലെങ്കിൽ ഈ നമ്പർ ഒന്ന് മാറ്റ്. അതും അല്ലെങ്കിൽ ചേട്ടന്റെ പേരിലാക്ക്. ഒന്ന് പേടിക്കാതെ മോളെ. അല്ലെങ്കിൽ പോകുന്നിടത്തൊക്കെ എന്നെയും കൊണ്ടുപോ. എന്നെ കൊണ്ട് പറ്റില്ല ഒറ്റയ്ക്ക് ഇവിടെ കഴിയാൻ. അപ്പൊ മോളോ? ഒന്ന് ബേജാറാകാതെ എന്റെ ശ്രീമതി. ഒരു സിമ്പിൾ ഫോൺ കോൾ അല്ലേ പ്രശ്നം? അതെ അതെ, ഫോൺ കോൾ തന്നെയാ. അവനതീ പറയുന്ന ചേട്ടനൊന്ന് കേൾക്കണം. അവനെ നമ്മൾ പിടിക്കുന്നു. എന്താ പോരെ? അവൻ തന്നെയാ. ചേട്ടൻ അങ്ങോട്ട് എന്ന് 2 കൂട്. അതോടെ അവൻ നിർത്തണം. ചോദിക്കാനും പറയാൻ ആരില്ലെന്ന് വിചാരിച്ചിട്ടാ. ഞാൻ DYSP ആണ്. അല്ല, ഫോൺ എടുത്ത ഉടനെ തെറിവിളിയാണോ? സോറി സാർ. അതെ, ഞാൻ ലതയുടെ ഹസ്ബൻഡാണ്. അതെ, തെറ്റിദ്ധരിക്കരുത് സാർ. പോലീസ് ഓഫീസർ. അതെ സാർ. മിസ്റ്റർ ജയകുമാർ, ഒന്ന് ഇവിടം വരെ വരണമല്ലോ. ഉടനെ. ശരി സാർ. കോൾ ട്രേസ് ചെയ്യാനാണ് ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഐ ജസ്റ്റ് കോൺ ടോളറേറ്റ് ഇറ്റ് സാർ. ടോളറേറ്റ് ചെയ്തേ പറ്റൂ. വികാരം കൊണ്ടല്ല, ബുദ്ധി കൊണ്ടാണ് നമുക്ക് അവനെ പിടിക്കേണ്ടത്. നിങ്ങൾ കുറെ കൂടെ ക്ഷമ കാണിക്കണം. നിങ്ങൾക്ക് അങ്ങനെ പറയാം. നിങ്ങൾ പോലീസുകാരുടെ പലതിനോടുള്ള സമയം ശരിയല്ല സാർ. അല്ലെ പിന്നെ 3 ദിവസമായിട്ട് നിങ്ങൾക്ക് അവനെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ലെന്ന് പറഞ്ഞാൽ? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, തന്ത്രം കൊണ്ടേ അവനെ വീഴ്ത്താൻ പറ്റൂ. അതിന് നിങ്ങളുടെ ഭാര്യ കൂടെ സഹകരിക്കണം. ഇനി അവൻ വിളിച്ചാൽ അവനോട് അല്പ സ്നേഹഭാവത്തിൽ സംസാരിക്കാൻ പറയണം. അവരെ തേടി അവൻ വരും. ഇതൊന്നും അവളെ കൊണ്ട് ചെയ്യിക്കാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല സാർ. ചെയ്തേ പറ്റൂ. അവനെ എവിടെ വെച്ചെങ്കിലും ഒന്ന് മീറ്റ് ചെയ്യാമെന്ന് വരെ പറയാൻ പറയണം. ഐ തിങ്ക് യു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഐ മീൻ. റേമേ, റേമേ,
അയ്യോ എനിക്ക് പറ്റൂല, ഞാനങ്ങ് എടുക്കൂല. എടുക്കാനല്ലേ പറഞ്ഞു, മറ്റേ കക്ഷിയാണെന്ന് അറിയാൻ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു ചേട്ടൻ വേണേ എടുത്തോ. എടുക്കണ്ട് പ്രേമേ. ഹലോ ഹലോ. അപ്പോഴേ ആരോരും അറിയാതെ, നീ പോലും അറിയാതെ ഞാൻ നിന്നെ കണ്ടു. എനിക്ക് സഹിക്കുന്നില്ല. ഞാൻ സ്വപ്നം കണ്ടതിലും ഒക്കെ സുന്ദരി. ഐ എം നോട്ട് ഫ്ലാറ്ററിംഗ്, പ്രോമിസ്. ബ്യൂട്ടിഫുൾ ലിപ്സ്, ബ്യൂട്ടിഫുൾ ബോഡി, വീനസിനെ പോലെ. എനിക്ക് കേൾക്കണ്ട, ചേട്ടൻ വേണേ കേട്ടോ. അപ്പോഴേ സാരിക്ക് പകരം സ്വിമ്മിംഗ് സൂട്ട് ആവുന്നതാ നല്ലത്. യു ലുക്ക് സോ നൈസ്. ഒന്ന് പിടിച്ചേ. ഞാൻ പിടിക്കൂല. ആ റാസ്കലിനോട് എവിടെയെങ്കിലും വരാൻ പറ. ചേട്ടാ എനിക്ക് പേടിയൊന്നു. അവന്റെ ശല്യം തീർക്കാൻ ഇതേ ഒരു വഴിയുള്ളൂ. എനിക്കൊന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ എന്താ പറയണ്ടേ? അതൊക്കെ ഇരിക്കട്ടെ, നമ്മൾ എങ്ങനെയാന്ന് കാണുവാൻ ചോദിക്കാം. അതൊക്കെ ഇരിക്കട്ടെ. ചിരിച്ച് സോഫ്റ്റ് ആയിട്ട് ഞാൻ പറയുന്ന പോലെ. അതൊക്കെ ഇരിക്കട്ടെ, എങ്ങനെയൊന്ന് കാണാൻ പറ്റുക ചോദിക്കാം. അതൊക്കെ ഇരിക്കട്ടെ, അതൊക്കെ ഇരിക്കട്ടെ, നമ്മൾ എങ്ങനെയാ ഒന്ന് കാണാ? എന്താ അവൾ കാണുമെന്ന് പറയുന്നതാ? അതെയോ? എവിടെയാ വരാൻ പറയണ്ടേ? പാർക്ക്, പാർക്ക്. അല്ലെങ്കിൽ വേണ്ട, മ്യൂസിയം പറ. മ്യൂസിയം മതി. പിന്നെ മ്യൂസിയത്തിൽ വന്നാൽ മതി. ആ മണ്ഡപത്തില്. എനിക്ക് തന്നെ അറിയാലോ, ഞാൻ കണ്ടുപിടിച്ചോളാം. ഒരു 5 മണിക്ക്. പിടിച്ചോ. മതിയായല്ലോ, ഇനി എന്തൊക്കെ വേണം? ഇനി ഒരു സൗണ്ടോടെ ഇറങ്ങി പോകാനും പറ. വേണ്ട, വീട്ടിലിരിക്കുന്ന ആളെ തിരക്കിടില്ല. 6 മാസം വീട്ടിലാണെങ്കിൽ 6 മാസം ലോകം കിട്ടില്ല. നമുക്കും ജീവിക്കണ്ടേ മോളെ? അടുത്ത ടൂറിന് മുമ്പ് പോലീസ് അവനെ പിടിച്ചിരിക്കും. പോരെ? അപ്പോഴേ സാറേ, ഞങ്ങളിവിടെ മാറി നിന്ന് കണ്ട് ആസ്വദിച്ചോളാം. പിന്നെ എന്ത് കിട്ടിയാലും കൃത്യമായി വീതിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഇടയിൽ അലിഖിത നിയമം. ആ ശരി ശരി. വളച്ചത് നീയാണെങ്കിലും അതിന്റെ പിന്നിലുള്ള ബ്രെയിൻ ഞങ്ങളുടെയാ. പന്ത് ഞങ്ങളുടെ കോട്ടിലേക്കൂടെ ഒന്ന് ഇട്ടേക്കണേ. ആ ശരി ശരി, മാറി കേടാ, സൂക്ഷിച്ചൊക്കെ വേണേ. ഓൾ ദി ബെസ്റ്റ്. കടലകടല കപ്പലിന്റെ കപ്പലിന്റെ ചൂട് കപ്പലിന്റെ കപ്പലിന്റെ കടലാടല കപ്പലിന്റെ കപ്പലിന്റെ കടലാടല കപ്പലിന്റെ ചൂട് കപ്പലിന്റെ കടലകടല കപ്പലിന്റെ കപ്പലിന്റെ ചൂട് കപ്പലിന്റെ കടലാടല കപ്പലിന്റെ എഴുന്നേക്കടാ. സുഹിമാന്റെ ഒരു കിടപ്പ് കണ്ടില്ലേ? നീ അവളെ കാണണ്ട. അവൾ ഒറ്റയ്ക്കല്ല, കൂടെ പോലീസുണ്ട്. എന്നെ പിടിച്ചു കൊടുക്കാനാണ് ഭാവമെങ്കിൽ അതൊന്ന് കാണണമല്ലോ. അതൊന്നും പറഞ്ഞോണ്ടിരിക്കാ, വേഗം വഴി നോക്ക്. അവളെവിടെ നിപ്പുണ്ട്. ഒരു പേരാ. കടലാടല കപ്പലിന്റെ ചൂട് കപ്പലിന്റെ എന്നെ പിടിപ്പിക്കാൻ എന്റെ പ്രേമി നീ ഒന്നുകൂടി ജനിച്ചു വരണം എന്ന് നിന്റെ യെസ്. കപ്പലിന്റെ കടലാടല കപ്പലിന്റെ ചൂട് കപ്പലിന്റെ കപ്പലിന്റെ കടലാടല കപ്പലിന്റെ കടലാടല കപ്പലിന്റെ ഇനി വന്നേ. ഒരു 2 രൂപ ഉണ്ടോ?
ദാ ഇത് വെച്ചോ. പിന്നെ ആ നിൽക്കുന്ന മഞ്ഞ സാരി എടുത്ത ചേച്ചിയില്ലേ, ആ മഞ്ഞ സാരി എടുത്ത് ആ ചേച്ചിയുടെ ഇത് കൊണ്ട് കൊടുക്കണം. വായിച്ചു നോക്കരുത്. ഇതുകൊണ്ട് കൊടുത്താ ഉടനെ ഓടിക്കണം. ഓടിക്കണം. ഞങ്ങളെ വന്നോന്ന് പറയരുതേ. അവിടെ നിന്ന് ചേട്ടൻ തന്നതാ. എന്താ ഇതും കൊടുത്തുവിട്ട് അയാൾ പോയി. എനിക്ക് പേടിയായിട്ട് വയ്യ. കരയാതെ. ഇതിൽപ്പോ ഒരു നാണക്കേടുണ്ടോ മിസ്റ്റർ സോമശേരൻ? നിങ്ങൾ പറഞ്ഞു വിട്ട 2 വണ്ടി പോലീസുകാർ നോക്കി നിൽക്കേ അവൻ സുന്ദരമായിട്ട് നിങ്ങളെ വെട്ടിച്ചളഞ്ഞില്ലേ? വെറുതെ എന്താ ഞങ്ങളെ വിളിച്ചു വരുത്തിയത്? ഇതൊക്കെ കാണാനോ? ജയകുമാർ ഇത്ര ചൂടായി സംസാരിക്കാൻ മാത്രം ഇവിടെ ഒന്നും സംഭവിച്ചില്ലല്ലോ. ഒരു സാധാരണ ക്രിമിനലിനെ പിടിക്കുന്ന പോലല്ല ഇത് എന്ന് നിങ്ങൾക്കറിയാമല്ലോ. നമ്മളൊരു ശ്രമം നടത്തി, പൂർണ്ണമായും വിജയിച്ചില്ല. സാറ് പറയുന്ന കേട്ട ഏതാണ്ട് നേടിയ മാതിരി തോന്നും. അവന് നേരിട്ട് തെറി പറയാൻ പറ്റാത്തതുകൊണ്ട് ഒരു കടലാസും എഴുതി കൊടുത്തയച്ചു, അത്ര തന്നെ. അത് തന്നെ ഒരു തെളിവാണ് മിസ്റ്റർ ജയകുമാർ. ഹലോ, യെസ് സർ, കോൾ ഫോർ യു. ഹലോ, യെസ്. അതെയോ? അപ്പോ ആ ലെറ്റർ ഉടനെ തിരിച്ചയച്ചേക്ക്. ശരി മിസ്റ്റർ വിജയകുമാർ, നമ്മൾ ഊഹിച്ച പോലെ തന്നെ. ജയകുമാർ, ഐ വിൽ കാച്ച് ഹിം ലൈക്ക് ദിസ്. ഞങ്ങൾക്ക് 2 ക്ലൂ കിട്ടിയിട്ടുണ്ട്. ഒന്നവന്റെ കയ്യക്ഷരം, മറ്റൊന്ന് ഹീസ് എ ഡ്രഗ് അഡിക്റ്റ്. പിന്നെ ഇവിടെ മയക്കുമരുന്ന് വിൽക്കുന്നു എന്ന് സംശയിക്കുന്ന സ്ഥലങ്ങൾ റെയ്ഡ് ചെയ്യും സർ. റെയ്ഡ് ചെയ്യണ്ട, ഒന്ന് വാച്ച് ചെയ്താൽ മതി. ഓക്കെ. പിന്നെ മിസ്റ്റർ ജയകുമാർ സംശയിക്കുന്നത് പോലെ അത്ര കഴിവില്ലാത്തവരൊന്നും അല്ല നമ്മുടെ പോലീസുകാർ. അല്ലായിരിക്കും. ഞാൻ ആരെയും ചെറുതായി കണ്ടില്ല സാർ. എന്റെ പ്രശ്നം പറഞ്ഞു, അത്രേ ഉള്ളൂ. എങ്ങനെയെങ്കിലും അവന്റെ ശല്യം ഒന്ന് ഒഴിവാക്കി തന്നാ മതി. മിസ്സസ് തനിച്ചാവുമ്പോഴാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം. അതൊക്കെ നമുക്ക് പിടിക്കാമെന്ന് ധൈര്യമായിട്ട് പോയിക്കോളൂ. ശരി സാർ. അയാൾ പറഞ്ഞ 100% ശരിയല്ലേ? നിങ്ങൾ കുറെ പോലീസുകാരെയും കുട്ടി സ്പോട്ടിൽ തന്നെ പോയി ഇറങ്ങിയോണ്ടല്ലേ അവൻ എസ്കേപ്പ് ചെയ്തത്? തന്നെയുമല്ല, നിങ്ങൾ യൂണിഫോം ഇട്ടുകൊണ്ട് പോയി തന്നെ വിട്ടിത്തമല്ലേ? ഇത്രയും പ്രതീക്ഷിച്ചില്ല സാർ. എന്തുകൊണ്ട് നിങ്ങൾ പ്രതീക്ഷിച്ചില്ല? അവൻ പബ്ലിക് കോൾ ഓഫീസിൽ നിന്ന് മാത്രം ഫോൺ ചെയ്യാൻ ബുദ്ധി ഉപയോഗിക്കുന്നവനല്ലേ? അവനെ നിങ്ങൾ എങ്ങനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു? അവർ തമ്മിൽ സംസാരിക്കുമ്പോൾ വളയാമെന്നാണ് ഞാൻ കണക്കൂട്ടിയത്. നിങ്ങളുടെ കണക്കൊന്നും എനിക്ക് കേൾക്കണ്ട. മേലാൽ ഈ കേസ് അന്വേഷണത്തിന് ഡിപ്പാർട്ട്മെന്റ് വാഹനങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല. സാർ, എത്രയും പെട്ടെന്ന് അവനെ കസ്റ്റഡിയിൽ എടുക്കണം. സാർ, ഇതിപ്പോ കളി കാര്യമാവുന്ന ലക്ഷണമാണല്ലോടാ. സത്യം പറഞ്ഞ എനിക്ക് പേടിയായി തുടങ്ങി. നീ പേടിക്കൊന്നും വേണ്ടടാ. ഏത് പോലീസാ വരുന്നത് നമുക്കൊന്ന് കാണണമല്ലോ. പറയാൻ എളുപ്പമുണ്ട്, പക്ഷെ അവരുടെ വീഡിയോ ഉണ്ടല്ലോ. ഇവനെ പോലൊരു പേടിത്തോണ്ടൻ. അഡ്വഞ്ചറസ് ആയിരിക്കണോടാ ലൈഫ്. അവൾ എന്നെ പിടിപ്പിക്കാൻ നോക്കിയതാണോടാ ജോണി? ഏയ്, നിനക്കൊരു ഉമ്മ തരാൻ നോക്കിയതല്ലേ? അപ്പോ അവളെന്നെ അങ്ങനെ വിളിച്ചതോ? ഓഹോ, ഷാർപ്പുഴ പഴയ ഡാർലിംഗിലാ. വിടാ, അവളെ ഒരു പാഠം പഠിപ്പിക്കാൻ എന്തോ ഒരു വഴി നോക്ക. എങ്ങനെയാ നീ പറയണേ? ഐഡിയക്കാണോ പഞ്ഞം? നീ ഈ ഫോൺ പരിപാടി അങ്ങ് കണ്ടിന്യൂ ചെയ്യുക. അപ്പോഴേക്ക് എന്തെങ്കിലും വീണ് കിട്ടും. അതിന് നിങ്ങൾ തലപോകേണ്ട. 2 ഇംഗ്ലീഷ് കാസറ്റ് കണ്ടാ മതി, ഐഡിയ ഒക്കെ താനെ വന്നോളും. കൊള്ളാം, ഇതിനൊക്കെ മിടുക്കനാവൻ. കാര്യം വരുമ്പോ അവന്റെ പൊടി പോലും കാണില്ല. നിങ്ങൾക്ക് വല്ലതും പറഞ്ഞാൽ മതിയല്ലോ. നോക്കാം. ചേട്ടനില്ലാതെ ഇവിടെ കഴിയുന്ന ഓർക്കുമ്പോഴേ പേടിയാവുന്നു. എന്തൊക്കെ ആയാലും ഈ ചുറ്റിലൊന്നും കുറയ്ക്കില്ല. തുടങ്ങി പിന്നെ. ഞാൻ പെട്ടെന്ന് തിരിച്ചു വരില്ലേ? എന്റെ മോള് ധൈര്യമായിട്ടിരിക്കും, ഒന്നും ഉണ്ടാവില്ലെന്നേ. ഈ മമ്മി എന്തിനാ പേടിക്കുന്നേ? കള്ളന്മാര് വന്നാ മോളെ ടിഷ്യൂ ഇടിച്ചു കൊല്ലും. അവളെ കണ്ടു പിടിക്കേ. പിന്നെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചാൽ മതി, ഞാൻ അപ്പം ഇവിടെ എത്തും. ഓഫീസിൽ നിന്ന് കൃഷ്ണൻകുട്ടി വരാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ വരുന്നവരെ അവനോട് നിൽക്കട്ടെ. ധൈര്യമായിട്ടിരിക്കണം. ഉമ്മതലടിക്ക്. ശരി. പോട്ടെ മോളെ. ഇക്കിരി. ടാറ്റാ. ടാറ്റ പറ. ടാറ്റാ. ടാറ്റാ ടാറ്റാ ഡാഡി. വാ.
മോളെ മാറി. ഇങ്ങ് വാ മമ്മി. മോടെ മേലൊന്ന് കഴിയച്ച് വേറെ ഉടുപ്പെടുത്തിടീക്ക്. ഹലോ, ആര്? സാവിത്രിയാണോ? അനീത്തിയോ? സാവിത്രി എവിടെ പോയി? ശരി, വരുമ്പം പ്രേമയെ ഒന്ന് വിളിക്കാൻ പറയണം. പ്രേമ ജയകുമാർ. ആ, ഒന്ന് വിളിക്കാൻ പറയണം. വേറൊന്നുമില്ല. വെക്കട്ടെ. ആരാത്? ആരാത്? ഞാനാ. ഞാനോ? എന്നുവെച്ചാ? ആരാന്ന്? ഞാനാ കൃഷ്ണൻകുട്ടി. താനായിരുന്നോ? വാ തുറന്നൊന്ന് പറഞ്ഞൂടെ? ചേട്ടൻ പോകുന്നതിന് മുമ്പ് വരായിരുന്നില്ലേ? ബസ് കിട്ടിയില്ല. ആ, ചായ കുടിച്ചായിരുന്നോ? ഇപ്പൊ വരാം. മമ്മി ഫോൺ. ഹലോ, ആര്? ആരുടെ ഇല്ലല്ലോ. മമ്മി ഫോൺ? ടൂർ പോയിരിക്കാണ്. ആ, ഞാൻ വിളിച്ചു പറയാം. ആരുടെ മമ്മി? ഡാഡിയുടെ ഒരു ഫ്രണ്ട്. മമ്മി, ഏ? മമ്മി എന്തിനാ ഫോൺ താഴെ വെച്ചത്? ഡാഡി വിളിക്കില്ലേ? സോറി. ഈ മമ്മിക്ക് ഒരു പൊന്തും അറിയില്ല. ആ, താ ഊണ് കഴിച്ചോ? ഓ, കഴിച്ചു. എന്നാ പോയി കിടന്നോ. മോള് വാ, നമുക്ക് കിടക്കാം. ആ, ഇത് വരച്ച് തീർക്കണ്ടേ? എന്നാ വരയ്ക്ക് വേഗം. ഇതാരുടെ ഫോൺ? ഹലോ, ആ ജയേട്ടനാണോ? മോളിപ്പോ പറഞ്ഞതേ ഉള്ളൂ. ദാ അടുത്തുണ്ട്, കൊടുക്കാം. എന്നാ മോളെ. ഡാഡി, ഡാഡി, ഹലോ ഡാഡി. ഡാഡി എന്നാ വരിക? മോളെ എപ്പോഴേ കഴിച്ചു? ആ, മോളിക്ക് തന്നെ. പിന്നെ സഹദേവൻ ഒരാൾ വിളിച്ചിരുന്നു, പറയാൻ പറഞ്ഞു. മറ്റേ ഫോണോ? ഇതുവരെ വന്നില്ല. ഷോ, ഞാൻ പേടിച്ചിരിക്കായിരുന്നു. ഇല്ല, ഒന്ന് വേഗം ഇങ്ങോട്ട് വന്നേ. മതി ടൂറൊക്കെ. ദേ, ഞാനേ ചേട്ടന്റെ മുഷിഞ്ഞ ഷർട്ടും കെട്ടിപ്പിടിച്ച് കിടക്കുക. ഇല്ല, പോ അവിടുന്ന്. ടൂറും കൊണ്ടൊക്കെ മതി. വേഗം വാ. ആ, ശരി. മോളെ അതൊക്കെ എടുത്തു വെച്ചേ. വേഗമായിട്ട് കിടക്കാൻ വാ. വരച്ച് തീർക്കട്ടെ മമ്മി? എന്ന് വേഗം വരച്ചു തീർക്ക്. ഹലോ, മിസ്റ്റർ ജയകുമാറിന്റെ വീടല്ലേ? അത് മിസ്സസ് ആണ്. ഇവിടെ ഇല്ലല്ലോ സർ. 2 ദിവസവും വരാൻ. അതേ ടൂർ പോയിരിക്കാണ്. ഇപ്പൊ വിളിച്ചതേ ഉള്ളൂ. ആ, പിന്നെ അവന്റെ ശല്യം ഒന്നും ഉണ്ടായില്ലല്ലോ? 2 ദിവസമായിട്ട് ഒന്നുമില്ല സർ. നിങ്ങളെയൊക്കെ കണ്ടോണ്ടായിരിക്കും. ആ, ഒട്ടും പേടിക്കണ്ട, ഞങ്ങൾ നോക്കിക്കോളാം. ശരി സർ, താങ്ക്സ്. എഴുന്നേക്ക് മോളെ. മതി മതി, വാ കിടക്കാം. എന്തിനാ മമ്മി? ഇന്ന് വരച്ചാ മതി. വാ.
കമിൻ. എക്സ്ക്യൂസ് മീ ടീച്ചർ, എന്താ? ഞാൻ ജയകുമാറിന്റെ അനുജനാണ്. ഓ, ഇന്ദുവിന്റെ മമ്മിയെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ്. എന്ത് പറ്റി? മോളെ ഇന്ന് സ്കൂളിൽ അയച്ചിട്ട് വരുമ്പോ സ്ലിപ്പായൊന്ന് വീണതാണ്. ഞാനിന്ന് വന്നതേ ഉള്ളൂ. ഡൽഹിയിലാ പഠിക്കുന്നത്. അയ്യോ, ഫ്രാക്ചർ വല്ലതുണ്ടോ? ഒന്നും അറിയില്ല. ഓർമ്മയുണ്ടായിരുന്നില്ല. ഓർമ്മ വന്നപ്പോൾ ഒരേ കരച്ചിൽ, മോളെ കാണണമെന്ന് പറഞ്ഞു. ദേവിത കുഞ്ഞിനെ ഒന്ന് അയച്ചെന്നാൽ ചേച്ചിക്ക് അതൊരു ചേട്ടൻ സ്ഥലത്തില്ല. ചേച്ചിയാണെങ്കിൽ വല്ലാതെ. ശരി, ഇന്ദു UKG-ലല്ലേ പഠിക്കുന്നത്? അതെ അതെ. ആ അന്നമ്മ ടീച്ചറിനോട് ഇന്ദുവിനെ ഇയാളുടെ കൂടെ ഒന്ന് അയക്കാൻ പറയും. ശരി, ഞാൻ പറയാം. താങ്ക് യു. അല്ല, എങ്ങനെയാ പോകുന്നത്? കാറുണ്ട്. ആ, ആദം മധുരം വചനം മധുരം നവവസന്ത സുമമധുരം നവവസന്ത സുമമധുരം സുമേ, സുമേ, എന്താ കൊച്ചമ്മേ? ദേ മണി 12 നീ ഇതെല്ലാം എടുത്തു വെക്കേ. ഞാൻ പോയി മോളെ വിളിച്ചോണ്ട് വരാം. വദനം മധുരം രൂപം മധുരം ബൈ ആന്റി. ഇന്ദു, ഇന്ദു, ഇന്ദു ഇവിടെ? ഇന്ദു ഇന്ന് വാനിൽ കയറിയില്ലല്ലോ. അങ്കിള് വന്ന് കൂട്ടിയിട്ട് പോയെന്ന് പറഞ്ഞു. അങ്കിളോ? മോഹനമാകിയ വാടിയിൽ എന്താ വന്നില്ലെന്നോ? അങ്കിളിന്റെ കൂടെ കുട്ടിയെ ഹോസ്പിറ്റലിലേക്ക് അയച്ചല്ലോ. യാതൊരു പരിചയമില്ലാത്ത ഒരാളുടെ കൂടെ എന്റെ കുഞ്ഞിനെ എങ്ങനെ വിട്ടു ഞാൻ ചോദിക്കുന്നത്? നിങ്ങൾക്കൊരു ഉത്തരവാദിത്വമില്ലേ? അല്ലെങ്കിൽ എന്നെ ഫോണിൽ വിളിച്ചൊന്ന് ചോദിച്ചൂടെ? എനിക്കൊന്നും കേൾക്കണ്ട. എനിക്ക് എന്റെ കുഞ്ഞിനെ കിട്ടണം. എന്റെ ഭർത്താവിന് അങ്ങനെ ചേട്ടൻ അനിയനില്ല. നിങ്ങളുടെ ആരുമല്ലേ? എന്റെ കർത്താവേ, അപ്പൊ പിന്നെ കുട്ടി എവിടെ കൊണ്ടുപോയി? ഞാനിനി എന്ത് ചെയ്യും? ചേട്ടൻ ഇവിടെ ഇല്ല. എന്റെ കുഞ്ഞ് എവിടെ പോയോ? കൊച്ചമ്മ ഒരു കാര്യം ചെയ്യും, പോലീസിന് ഫോൺ ചെയ്യും. ഹലോ. അയ്യോ, ശബ്ദത്തിൽ ആ പഴയ മാധുര്യമൊക്കെ പോയല്ലോ. ഓ, ഇന്ദു സ്കൂളിൽ നിന്ന് വന്നില്ലല്ലേ? ഡോൺ വറി, അവൾ എവിടെയും പോയിട്ടില്ല. എൻ്റെ കൂടെ ഉണ്ട്. അവൾ എൻ്റെ അടുത്ത് തന്നെ ഉണ്ടോ എന്നൊരു സംശയം അല്ലേ? വേണ്ട, സംശയമൊന്നും വേണ്ട. ഇതാ നമ്മുടെ ഇന്ദുവിന്റെ ശബ്ദമാണ്, കേട്ടോ. മമ്മി, മോളെ ഈ അങ്കിള് കോൺവെന്റിന്ന് അങ്കിളിന്റെ വീട്ടിൽ കൊണ്ടുപോയേക്കുവാ. മോക്ക് എന്തെല്ലാം വാങ്ങി തന്നോന്നറിയോ? നല്ല അങ്കിളാ. ചുമ്മാ ഒന്ന് കൺഫേം ചെയ്യാനായിട്ട് ചെയ്തൊരു വേല. ആ, അതൊക്കെ പോട്ടെ, നമുക്ക് ടേംസിലേക്ക് കടക്കാം. എനിക്ക് നിന്നെ ഒന്ന് കാണണം, ഒറ്റയ്ക്ക്. നിങ്ങൾക്ക് ഞാൻ എന്ത് ദ്രോഹം ചെയ്തു? എന്തിനെന്നെ ഉപദ്രവിക്കുന്നു? ഞാൻ എന്തെയ്യണമെന്ന് പറ. അന്നത്തെ പോലെ പോലീസിനെയും കൂട്ടി വരാനല്ല പറഞ്ഞത്, ഒറ്റയ്ക്ക്. എന്റെ മോളോ? ഡോണ്ട് വറി പ്രേമ, അവൾ സേഫാണ്. ഞാൻ ആദ്യം പറഞ്ഞില്ലേ, ഒറ്റയ്ക്ക്. എവിടെ വരേണ്ടെന്ന് പറ. പറയട്ടെ, ധൃതി വയ്ക്കല്ലേ. നമ്മുടെ സ്റ്റേഡിയത്തിൽ വന്നാൽ മതി. അപ്പൊ എന്റെ മോളോ? പിന്നെയും പറയാം അത് തന്നെ. ഞാൻ തരാന്നേ, അവളെ എനിക്കെന്തിനാ? അന്നത്തെ പോലെ പോലീസിനെയും കൂട്ടി വന്നാൽ പിന്നെ നിന്റെ കുഞ്ഞിനെ കഷ്ണം കഷ്ണമായിട്ടായിരിക്കും നീ കാണുക. അയ്യോ, ഞാൻ ആരോടും പറയില്ല. ഞാൻ എത്ര മണിക്ക് വരണം? ഭർത്താവിനോട് പോലും ഇല്ല, ഞാൻ ആരെയും അറിയിക്കില്ല. പ്രോമിസ്. ഇപ്പൊ സമയം എത്രയായി? 40 മിനിറ്റിനുള്ളിൽ സ്റ്റേഡിയത്തിലെത്തണം. ഓക്കെ? ഞാൻ വന്നോളാം. വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നിർത്തിക്കോ.
ഓട്ടോ ഓട്ടോ നേരെ പോട്ടെ. അച്ഛല്ലേ അങ്ങേരെ പൂട്ടച്ച് വീട്ടിൽ പോയി. എന്റെ താക്കോലുമില്ല. എന്തിനാ സാറേ? മറ്റേ സാധനം ഉണ്ടോ? മറ്റേതോ? ഓ, ഒരു പൊടി വേണേം തരാം. അതിതാ. താക്കോലെന്ന് വാങ്ങിച്ചോണ്ടോ? അയാളെങ്ങും തരത്തൊന്നുമില്ല. മക വെടക്കായി എന്നെ ചീത്ത പറയും. എന്താര്? ആ കടലാസിങ്ങട്. നീ ഇതുകൊണ്ട് കൊടുത്താ മതി. കൊള്ളാമല്ലേ? മോള് നന്നായിട്ട് ചായം കൊടുക്കുന്നുണ്ടല്ലോ. മുയലാണെന്ന് തോന്നുന്നു. നല്ല ബ്യൂട്ടിഫുൾ ആവുന്നുണ്ടല്ലോ. അങ്കിൾ പോയി ഒരു ടെലിഫോൺ ചെയ്തു. മമ്മി അവിടെ ഉണ്ടോന്ന് അറിയണ്ടേ? അപ്പൊ ഫോൺ ആരും എടുക്കുന്നില്ല. അത് കഴിഞ്ഞ് അങ്കിൾ വേറെ സ്ഥലത്ത് പോയി. അത് കഴിഞ്ഞ് തിരിച്ചു വരുന്ന വഴിക്കുണ്ടല്ലോ, അങ്കിൾ ഒരു കടയിൽ കയറി കുറെ കാഡ്ബറീസ് വാങ്ങി. മമ്മിയോട് പറയല്ലേ?
മോൾ ഇതൊക്കെ കഴിച്ചു വിടിരുന്നു കേട്ടോ. എന്തോരം മുട്ടായ മോക്ക് കിട്ടിയിരിക്കുന്നെ, കോളടിച്ചു. പാടാ. അവൾ വന്നോടാ. ആ വന്നു. നീ അവളെ കണ്ടോ? ആ കണ്ടു. എവിടെയാണ് അവളെ കൊണ്ടുപോയി? ഞാൻ എവിടെയും കൊണ്ടുപോയില്ല. നീ അവളോട് ഒന്നും പറഞ്ഞില്ലേ? ഇല്ല. ഛോ, ഇവനെ പോലൊരു കൊണഞ്ചൻ, ഇവനെയൊക്കെ കൊണ്ടു നടക്കുന്നവനെ വേണം പറയാൻ. ഒന്നാന്തരം ഒരു ചാൻസ് ആണല്ലോ അവിടെ നശിപ്പിച്ചത്. ഛേ, അങ്കിൾ നമുക്ക് പോവണ്ടേ? പോവാം മോളെ. മോക്ക് ഇവന്മാർ കഥയൊന്നും പറഞ്ഞില്ലേ? ശരി, മോക്ക് അങ്കിള് പറഞ്ഞുതരാലോ. കഥ കഥ നായര്, കാഞ്ഞിരപ്പുഴ നായര്, തെന്മലയിൽ പണ്ടൊരിക്കൽ തേനെടുക്കാൻ പോയി. കഥ നായര്, കാഞ്ഞിരപ്പുഴ നായര്, തെന്മലയിൽ പണ്ടൊരിക്കൽ തേനെടുക്കാൻ പോയി. കാട്ടുവഴി തന്നിലൊരു കൂട്ടൻ കടുവ കൂട്ടിമുട്ടി കാല് പൊക്കി അലറി വിളിച്ചു. കണ്ടുമുട്ടിയ നായർക്കു തുടകൾ രണ്ടും പാണ്ടി കൊട്ടി. കണ്ടുമുട്ടിയ നായർക്കു തുടകൾ രണ്ടും പാണ്ടി കൊട്ടി. കടുവയുടെ കാലിലൊരു മുള്ളിരിക്കുന്നു. കഥ നായര്, കാഞ്ഞിരപ്പുഴ നായര്, തെന്മലയിൽ പണ്ടൊരിക്കൽ തേനെടുക്കാൻ പോയി. മുള്ളെടുക്കാൻ വൻകടുവ കാല് കാട്ടിയപ്പോൾ എല്ലിമുളം കാട്ടിൽ നിന്നൊരു തത്തമ്മ ചൊല്ലി. കൂട്ടിനുള്ളിൽ നിന്നും കാട്ടുകോഴി വിലക്കി. കൊക്കര 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 കൊക്കരക്കോ. കഥ നായര്, കാഞ്ഞിരപ്പുഴ നായര്, തെന്മലയിൽ പണ്ടൊരിക്കൽ തേനെടുക്കാൻ പോയി. കടുവയുടെ പാട് കണ്ടു കാഞ്ഞിരപ്പുഴ നായര് കാലിൽ നിന്നും മുള്ളെടുക്കാനായി കുനിഞ്ഞപ്പോൾ കടുവയൊരു പിടി പിടിച്ചു കാഞ്ഞിരപ്പുഴ നായരെ. കഴുത്തൊടിച്ചു ശാപ്പിട്ടു കറു 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 കറുമുറേ. കഥ നായര്, കാഞ്ഞിരപ്പുഴ നായര്, തെന്മലയിൽ പണ്ടൊരിക്കൽ തേനെടുക്കാൻ പോയി. തേനെടുക്കാൻ പോയി, തേനെടുക്കാൻ പോയി. അവനെ ഫോളോ ചെയ്തിട്ട് അവൻ വന്നില്ല സർ. ഓഹോ, മയക്കുമരുന്ന് വിൽക്കുന്ന സ്ഥലങ്ങളെല്ലാം വാച്ച് ചെയ്യാറുണ്ട്. അവൻ ഇതിന് അഡിക്റ്റ് ആയ സ്ഥിതിക്ക് അതേ ഒരു മാർഗമുള്ളൂ. ഈ കൈപ്പട എസിൽ തുടങ്ങുന്ന പേര്, ഇത് രണ്ടും ഓർമ്മ വേണം. അങ്കിൾ മമ്മീടെ അടുത്ത് പോവാ അങ്കിൾ. മോള് വാശി പിടിക്കാതെ മോളെ. മോക്ക് അങ്കിൾ എന്തൊക്കെയാ വാങ്ങി തന്നിരിക്കുന്നത്? എനിക്ക് മമ്മി വേണം. ഇപ്പൊ പോവാൻ പറ്റില്ലല്ലോ മോളെ. വേണ്ട വേണ്ട, ഇന്ദുവിന് മമ്മിയെ കാണണം. അയ്യോ, മോക്ക് ടോഫി വാങ്ങിച്ചുതരാം, ഉടുപ്പ് വാങ്ങിച്ചുതരാം. മോളെ സമാധാനമായിട്ടിരിക്കേ. എന്നാലും പോണം. അതേ നോക്ക് അങ്കിൾ എന്തൊക്കെയാ കൊണ്ടിരുന്നെന്ന്. അങ്കിള് ചോക്ലേറ്റ്സ് ഒക്കെ കൊണ്ടിരുന്നുണ്ടല്ലോ. ടോഫി ഉണ്ട്, പിന്നെ ചോക്ലേറ്റ്സ് ഉണ്ടോ? ആഹാ. നല്ല കുട്ടി ഉടുപ്പ് വാങ്ങി വന്നിട്ടുണ്ട്. എങ്ങനെ കൊടുക്ക, മോക്ക് കൊടുക്ക. എങ്ങനെയുണ്ട്? ഇനി പോവാ അങ്കിൾ. പോവാന്ന് പറഞ്ഞില്ലേ? പാടാ, നമുക്ക് ഇന്ദു മോക്ക് കുറച്ച് പാല് വാങ്ങിട്ട് വരാം. എന്നാ വേഗം വാങ്ങിട്ടോ. മോള് പാല് കുടിച്ചിട്ട് നമുക്ക് മമ്മിയെ കാണാൻ പോവാം. നിനക്ക് ഞാൻ പറയുന്ന പോലെ ചെയ്യാൻ സാധിക്കും.
നീ മറ്റൊന്നും ചെയ്യണ്ട. ഞാൻ പറയുന്ന സ്ഥലത്ത് നീ തനിയെ വരിക, അത്രമാത്രം. എന്റെ മോള് ആ, നിന്റെ മോള് വരുന്നുണ്ട്. ശബ്ദം ഒന്ന് കേട്ടോ വേണമെങ്കിൽ. മോളെ, നമുക്ക് എപ്പോഴാ മമ്മയുടെ അടുത്ത് പോകേണ്ടത്? ആ, ഇപ്പൊ പോട്ടോ. മോള് കേട്ടില്ലേ എന്തു പറയുന്നു? വേഗം പറ. നിങ്ങളിങ്ങനെ ഇമോഷണൽ ആയാലോ? നമ്മൾ അവനെ ട്രാപ്പ് ചെയ്യാനല്ലേ ശ്രമിക്കുന്നത്? എന്താ ഇത്? എന്റെ കുഞ്ഞിനെ നിങ്ങളൊന്ന് കരയാതിരിക്കെ, ഒന്നും സംഭവിക്കില്ല. ഹീസ് ഓൺ ദ ലൈൻ. ഹലോ ഹലോ. പിന്നെ എന്റെ പ്രേമലതേ, ഇപ്പോഴേ പോലീസ് അവിടെ ഉണ്ടോ എന്നൊരു സംശയം. ഞാൻ പറഞ്ഞതൊക്കെ ടേപ്പ് ചെയ്തു അല്ലേ? ഒരു ടേപ്പ് റെക്കോർഡിന്റെ ശബ്ദം. ആ, സാരമില്ല. പഴയതുപോലെ ഇനി പിടിപ്പിക്കാനാണ് ഭാവമെങ്കിൽ ഓർത്തോ, നിന്റെ മോള് പീസ് പീസ്. അയ്യോ വേണ്ട, ഒന്നും ചെയ്യില്ല എന്റെ കുഞ്ഞിന്. ശരിക്കാലോചിക്ക. എനിക്ക് ഇവിടെ അധികം നേരം നിൽക്കാൻ പാടില്ല, അറിയാമല്ലോ. ഓക്കെ. നിങ്ങൾ എന്തിനാ ഇടയ്ക്ക് കയറി സംസാരിച്ചത്? നിങ്ങളൊക്കെ കൂടി എന്റെ കുഞ്ഞിനെ കൊല്ലും. എനിക്ക് എന്റെ കുഞ്ഞിനെ കാണണം. ഞാൻ പോവാ. ഭ്രാന്താണ് ഈ കാണിക്കുന്നത്. ഭ്രാന്താണ് ഞങ്ങൾക്ക്. എനിക്കും എന്റെ ഭാര്യയ്ക്കും ഭ്രാന്താണ്. ഞങ്ങളുടെ കുട്ടിയെ കൊണ്ടുവരും. നിങ്ങൾക്കാർക്ക് നഷ്ടമൊന്നുമില്ലല്ലോ. നിങ്ങൾക്ക് അവരെ പിടിക്കാൻ ആദ്യത്തെ അവസരം പാഴാക്കില്ലേ? ശരിയാണ്. നിങ്ങളുടെ സ്ഥലത്ത് ഞാനാണെങ്കിലും ഇത്രയൊക്കെ പറഞ്ഞു പോകും. നിങ്ങളൊന്ന് സമാധാനപ്പെടണം. നിങ്ങളുടെ കുട്ടിക്ക് ഒരാപത്തും ഉണ്ടാവില്ല. ഞങ്ങൾ തിരിച്ചു കൊണ്ടുവരും. പ്രോമിസ്. പ്രോമിസ്. ഓ, എന്താ പപ്പ നീ പറയുന്നത്? നമ്മൾ 3 പേരോട് ചേർന്നിട്ടില്ല ഇതൊക്കെ ചെയ്തത്. ഞാൻ തനിച്ചല്ലല്ലോ. എന്നിട്ടിപ്പോ അന്നത്തെ ഒരു മൂടിന് അല്പം ലഹരിയുടെ പുറത്താണെന്ന് വെച്ചോ, ഒന്ന് ഫോൺ ചെയ്യാൻ പറഞ്ഞു. ഒരു തമാശക്ക് അവിടെ നിർത്തേണ്ട കാര്യമല്ലേ ഉള്ളൂ. അതും പോരാഞ്ഞ് ഈ ഗുലുമാല മുഴുവൻ ഉണ്ടാക്കിയിട്ട് ഒരു കൊച്ചിനെയും കണ്ടോണ്ട് വന്നു. എനിക്ക് വയ്യ ജോണി, സത്യം പറഞ്ഞാൽ എനിക്ക് പേടിയാവുന്നു. ഇവനുണ്ടല്ലോ, ഇവന് വീട്ടിൽ ഒരു പ്രശ്നമില്ല. എന്ത് വന്നാലും അവന്റെ തന്ത വിചാരിച്ച ഊര. എന്റെ കാര്യം അതല്ലേ? അല്ല, ഒരു പ്രശ്നം വന്നാ എനിക്കും അതൊരു ബുദ്ധിമുട്ടാ. ഞാൻ എന്ത് ചെയ്യണോ പറയുന്നത്? നീ അവന്റെ കാല് പിടിച്ച സംഗതി നടക്കും. കുട്ടിയെ തിരിച്ചു കൊടുത്തേക്കാന്ന് പറ. പോലീസിനായിരുന്നു വരാൻ അതേ ഒരു മാർഗമുള്ളൂ. അവൾക്ക് കംപ്ലൈന്റ് ഇല്ലെന്ന് പറഞ്ഞാൽ പിന്നെ പ്രശ്നമില്ലല്ലോ. അവൾ സമ്മതിക്കുന്ന എനിക്ക് തോന്നുന്നില്ല. ആകെ ഗുലുമാലായി. അഴി എണ്ണീത് തന്നെ. അത് മാത്രമല്ലല്ലോ പ്രശ്നം. എന്റെ ഡാഡിയും മമ്മിയും നാളെ എത്തും. ഈ കുട്ടിയുമായിട്ട് ഇവിടെ കഴിഞ്ഞാലുള്ള സ്ഥിതിയാണ് ഞാൻ ആലോചിക്കുന്നത്. ഞാൻ ഈ കുട്ടിയെ കൊണ്ട് എവിടെ പോകാനാടാ ജോണി? ഒറ്റയ്ക്കായിരുന്നില്ല എങ്ങനെയെങ്കിലും തടയപ്പായിരുന്നു. അതിനെ ആ വീടിന് മുമ്പിൽ കൊണ്ട് ഇറക്കി വിടറാ. അതങ്ങ് പൊക്കോളും. അവിടെ ഒക്കെ പോലീസ് ആയിരിക്കും. ചെന്നാലേ നേരെ പിടിച്ച് അകത്തായിക്കോളും. ഒന്നും മിണ്ടായിരിക്കടാ. ഇവന്റെ വർത്തമാനം കേട്ടാ ഏതാണ്ട് കൊള്ളക്കാരെ പിടിക്കാനായിട്ട് CID മാരെ നടക്കുന്ന പോലെ. അവൻ പറയുന്നത് നേരാ. ചിലപ്പോ അവരവിടെ കാവല് കാണും. ഞാൻ പോവാടാ. സുനിൽ, എന്നെ ഒന്ന് ഒഴിവാക്കിയേക്കടാ. പിടിച്ചാലും എന്റെ പേര് പറഞ്ഞേക്കല്ലേ. നീ വീട്ടിലേക്ക് വന്നേക്കരുതേ, ആകെ കുഴപ്പത്തിലാവും. നീ എന്തെങ്കിലും ഒന്ന് പറ. സംഗതി ഗൗരവമുള്ളതാ. ഇന്നൂടെ കഴിഞ്ഞാ ഇവിടുത്തെ താമസം അപകടത്തില. എന്തെങ്കിലും ഒന്ന് പറയേ. ആ, അപ്പൊ ഇതിന് മാത്രം ഞാൻ തനിച്ചൊരു തീരുമാനം എടുക്കണമല്ലേ? അപ്പൊ ഇതുവരെ ഇപ്പൊ ഒഴിഞ്ഞു മാറുന്നു എന്ന് നിനക്ക് തോന്നുന്നുണ്ടാവും. അങ്ങനെയല്ല. നാളെ എന്റെ ഡാഡിയും മമ്മിയും ദർശനത്തിന് വരും. എനിക്കെല്ലാം മനസ്സിലായി. ഉഫ്, ഞാൻ പോയേക്കാം. ഇനി ഒരിക്കലും ഞാൻ ശല്യമാവില്ല. യെസ്, പോലീസ് സ്റ്റേഷൻ. ഏയ്, അതൊന്നും ആയിരിക്കില്ല. നിങ്ങൾ ഏതായാലും അത് തൊടണ്ട. ഞാൻ ഉടനെ എത്തിയേക്കാം. ഓക്കെ. ആ ജയകുമാറിന്റെ വീട്ടിൽ ആരോ ഒരു പാക്കറ്റ് എറിഞ്ഞിട്ട് പോയിരിക്കുന്നു. അവരത് ആ കുട്ടിയുടെ കയ്യോ കാലോ ആണെന്ന് വിചാരിച്ച് ഭയന്നിരിക്കുക. നമുക്കുടനെ അങ്ങോട്ട് പോകണം. ആ ഫിംഗർ പ്രിന്റ് എക്സ്പെർട്ടിനെ കൂടെ വിളിച്ചോളൂ. ശരി സാർ.
എന്താ ഇത്? ഒന്നുമില്ല, മോക്കൊന്നുമില്ല. ആ, നിങ്ങൾ ഇതെല്ലാം എടുത്ത് മാറ്റ്. അത് തുടരുമ്പോ ഒന്നും കാണണ്ട. ആ, ഇരിക്കൂ. ആ, സമാധാനമായിട്ടിരിക്കും. ശബ്ദം ഉണ്ടാക്കി അവരെ ഉണർത്തണ്ട. ഈ ടെൻഷനിൽ എന്ത് പറഞ്ഞാലും നിങ്ങൾക്ക് മനസ്സിലാവില്ല. നോക്കൂ, കുട്ടിക്കൊന്നും സംഭവിക്കില്ല. നിങ്ങൾ വേണം മിസ്സസിനെ സമാധാനിപ്പിക്കാൻ. നിങ്ങൾ കൂടെ ഇമോഷണൽ ആയാൽ കാര്യങ്ങൾ കൂടുതൽ വഷളാവും. ഞാൻ പറയുന്നത് കേൾക്ക്. വി വിൽ കാച്ച് യു. കം ഓൺ. എന്ത് പറ്റി കുഞ്ഞാടെ? ഒന്നുമില്ല. മറ്റേ ആളുകളൊക്കെ എവിടെ? അറിയില്ല. ഓഹോ, ഒറ്റയ്ക്കായില്ലേ? എന്താ, വീട്ടിൽ നിന്ന് പുറത്താക്കിയോ അതോ കോളേജിൽ നിന്ന് പറഞ്ഞു വിട്ടോ? ഇതൊന്നും അല്ലെങ്കിൽ സ്നേഹിച്ച പെണ്ണ് വഞ്ചിച്ച് കാണും. ഇതൊക്കെയാണല്ലോ നിങ്ങൾക്ക് നിരാശ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ. അതൊന്നുമല്ല എന്റെ പ്രശ്നം. പിന്നെ അങ്കിളിന് അതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. ആ, ആ, ഉണ്ടെങ്കിൽ അങ്കിൾ എനിക്കൊരു ബീഡിതാ. ഇല്ല, തരൂല. ഇല്ലാഞ്ഞിട്ടല്ല, ഇത് മനസ്സ് കലങ്ങി പറയുമ്പോ വലിക്കാനുള്ളതല്ല, ഉള്ള സന്തോഷം ഇരട്ടിപ്പിക്കാനുള്ളതാ. മോൻ ഈ ദുഃഖമെല്ലാം കാട്ടിക്കൊണ്ട് കളഞ്ഞിട്ട് വാ. ഇത്തിരി സ്വസ്ഥമായിട്ടൊന്നും കരുതി എങ്ങോട്ട് വന്നത്. സ്വസ്ഥതയില്ലാത്തവനൊന്നും ഇങ്ങോട്ട് വരണ്ട. അഥവാ നിങ്ങൾക്കൊന്നും സ്വസ്ഥതക്കുറവുണ്ടാകാൻ പാടില്ല. നിരാശ വന്നാൽ കഴിഞ്ഞില്ലേ? ചെറുപ്പത്തിന്റെ ആ ഒരു ത്രില്ലൊക്കെ തീർന്നില്ലേ? ഗോ അഹെഡ്. എന്ത് പ്രശ്നം വന്നോട്ടെ, ഷൂട്ട് ഇറ്റ്. ചെറുപ്പത്തിലെ അഡ്വഞ്ചേഴ്സ് ആകാനൊക്കൂ ഞങ്ങളുടെയൊക്കെ പ്രായത്തിൽ ആഗ്രഹിക്കാനേ പറ്റൂ. ശരീരത്തിന് ശേഷി ഉണ്ടാവില്ല. സോ ഡോണ്ട് വേസ്റ്റ് യുവർ യൂത്ത്. ആ അളവ് പറ. എന്തോ നീളോ മീതിയും പറയാൻ. ആരാടാ ഈ അന്തോണി? പെട്ടി മേടിക്കാൻ വരുന്ന ആൾക്കാർ എന്തോരം കാര്യങ്ങളാ അന്വേഷിക്കണേ. എന്താ, മോളെ കെട്ടിച്ചു കൊടുക്കാനുണ്ടോ? സാറ് ഈ പോലീസ് സ്റ്റേഷനിലെ മറ്റേ, അയ്യോ, സാറിന് പെട്ടി വേണമെങ്കിൽ അളവിന് കൊടുത്തയച്ചാ പോരെ? ഞാനത് കൊടുത്തയക്കില്ലേ? ഇതിവിടെ വലിയ പെട്ടുണ്ട്, വലിയ പെട്ടുണ്ട്, ചെറിയ പെട്ടുണ്ട്, ചെറിയ പെട്ടുണ്ട്, ഇഷ്ടംപോലെ പെട്ടിയിൽ. ആരാടാ ഈ സുനിൽ? സുനിൽ? സുനിലല്ലേ? ഈ സുനിൽ മറ്റേ ഈ സുനിൽ, സുനിൽ എന്റെ കസ്റ്റമറാ. കസ്റ്റമറോ? ശവപ്പെട്ടി കസ്റ്റമറോ? അവന് പണി പഠിക്കാൻ വേണ്ടി വരുന്നതാ. എന്ത് പണി? പെട്ടി പണി. എന്താണ് ഈ സാധനം കൊടുത്തയക്കാൻ എഴുതിയിരിക്കുന്നത്? ആ സാധനം, അതെ, ഈ മറ്റേ ഉളിയും കൊട്ടുപടിയും. അവന് വീട്ടിൽ നിന്ന് പണി പഠിക്കാനാണേ. ഞാനൊരു കാര്യം ചെയ്യാം. ഈ സുനിലിനെ ഈ പോലീസ് സ്റ്റേഷനിൽ നിന്ന് പോലീസ് ഇൻസ്പെക്ടറും പാർട്ടിയും സുനിലിനെ അന്വേഷിച്ച് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. സുനിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഞാൻ ആ പോലീസ് സ്റ്റേഷനിലേക്ക് ഞാൻ പറഞ്ഞേക്കാം. പോരെ? എന്താ പാടും അതിനകത്തൊക്കെ? ഇവിടുത്തെ പെട്ടികൾ പോലത്തുള്ള പെട്ടികൾ അവിടെ ഉണ്ട്. അടുത്ത സ്റ്റോക്കാണ്. ഈ പെട്ടിയിൽ വെച്ചാണെങ്കിൽ ചെറിയ പെട്ടികളുണ്ട്, വലിയ പെട്ടികളുണ്ട്, പിന്നെ പേപ്പർ ഒട്ടിച്ചുള്ള പെട്ടികളുണ്ട്, ഇഷ്ടം പോലെ പെട്ടികളുണ്ട്. അപ്പൊ എന്താ വെച്ചാൽ ഇവിടെ നിറച്ച ആനയാണേ. വെറുതെ എന്തിനാ പോണേ ആവശ്യമില്ലാണ്ട്? നമ്മളങ്ങോട്ട് പോവാ. ഒരു വഴിയോ അകത്ത് മുള്ളാനി ഉണ്ടാവും. ചെറിയ പെട്ടികൾക്ക് തറച്ചേന്റെ മുള്ളാനി ഉണ്ടേ. സാറൊന്ന് സൂക്ഷിച്ചോട്ടോ. എന്താണോ ചിരിക്കുന്നത്? ഞാൻ ഓരോന്ന് ആലോചിക്കായിരുന്നേ. അല്ല, ഓരോരോ പോലീസ് സ്റ്റേഷനില് ഓരോന്ന് കേൾക്കുമ്പോ ബാക്കിയുള്ളവർക്ക് കൊതിയാവാണേ. മനസ്സിലായില്ല. ഓരോ ദിവസം അവിടെയൊക്കെ എത്ര പേരെയാ തട്ടണേ? സാറൊക്കെ ഒന്ന് മനസ്സ് വെച്ചാ ഈ പെട്ടിയൊക്കെ ഇവിടെ കുന്നുകൂടിയേണ്ട വല്ല കാര്യമുണ്ടോ? താനൊരു കാര്യം ചെയ്യൂ. നാളെ രാവിലെ പോലീസ് സ്റ്റേഷനിലേക്ക് പോരൂ. ഞാനാ? തന്റെ അളവിൽ ഒരു പെട്ടി കൂടെ എടുത്തോളൂ. ആ, കമോൺ. ഒരു കച്ചവടായി. എന്റെ അളവില? അയ്യോ,
ഇവന്മാരെവിടെ പോയി മുങ്ങി? അന്തോണി എന്റെ അമ്മേ. അച്ചായോ അമ്പട ഭയങ്കര. അന്തോണി, നീ ഉയർത്തെഴുന്നേൽപ്പ് എന്ന് കേട്ടിട്ടുണ്ടോ? അതായത് എന്താണ് ആ മുഖത്തൊരു നിരാശ? 2 ശവങ്ങളെ കിട്ടിയെന്ന് വിചാരിച്ചില്ലേ? എന്താ അങ്ങനെ? ഓക്കെ, താങ്ക് യു വെരി മച്ച്. അല്ല, ഇതാര്? അന്തോണി ചേട്ടനോ? വരൂ വരൂ, ഇരിക്കുന്നേ. വേണ്ട സാറേ, ഞാൻ എന്ന് പറഞ്ഞാ പറ്റില്ല. ഇത് പഴയ കാലമൊന്നുമല്ല. ഞങ്ങളൊക്കെ നിങ്ങളെ സേവിക്കാനിരിക്കുന്നവരല്ലേ. വരൂ, ഇതൊക്കെയാണ് ഇവിടുത്തെ പുതിയ പതിവ്. അയ്യോ വേണ്ട സാർ. കുഴപ്പമില്ല, ഇരിക്കണം. ആ, അപ്പോ എന്താ കുടിക്കാൻ? അയ്യോ എനിക്കൊന്നും വേണ്ട സാർ. ഏയ് എന്ന് പറഞ്ഞാൽ ഒക്കില്ല. ആദ്യമായിട്ട് വരുന്നതല്ലേ, എന്തെങ്കിലും കഴിക്കണം. ലിംകയോ ഓറഞ്ച് ജ്യൂസോ ആപ്പിൾ ജ്യൂസോ എന്താ വേണ്ടെന്ന് പറഞ്ഞാട്ടെ. നിങ്ങളുടെ ഈ വാത്സല്യവും സ്നേഹമൊക്കെ കാണുമ്പോ തോന്നുക ഇതിലും എത്രയോ മുമ്പ് ഇവിടെ വരേണ്ടതായിരുന്നു. എത്ര നല്ല മനുഷ്യര്. പിന്നെ അപ്പോ എന്താ കഴിക്കുന്നത് പറയണം. പറഞ്ഞോളൂന്നേ. നിർബന്ധമാണെങ്കിൽ ഒരു ചായ കുടിക്കാം. അതെന്താ? കാപ്പി കുടിച്ചാൽ തനിക്ക് ഇറങ്ങില്ലേ? നിങ്ങളാ ചോദിച്ചത്? ഒന്നും വേണ്ടാന്ന് ഞാൻ പറഞ്ഞതല്ലേ. എന്നിട്ട് എന്താ ഇപ്പൊ എന്നെ മെക്കിട്ട് തരണേ? എണീക്കോ. ഈ കസേര കയറിയിരിക്കാൻ താനെന്താ എന്റെ അളിയനോ? കഴിക്കാമുണ്ട്. സത്യം പറഞ്ഞില്ലെങ്കിൽ നിന്റെ എല്ലി ഞാൻ ഒടിക്കും. ആരാ ഈ സുനിൽ? അവന് നീയുമായിട്ടുള്ള ബന്ധം എന്താ? സത്യം പറയാം സാറേ, ഞാൻ സ്വല്പം കഞ്ചാവ് വലിക്കും. അല്ല, നിനക്ക് അതിന്റെ ബിസിനസ് ഇല്ല. അല്ലാതെ എനിക്ക് ഒരു ബിസിനസ്സും ഇല്ല. പിള്ളേരല്ലേ വന്ന് ചോദിക്കുമ്പോ എങ്ങനെയില്ല എന്ന് പറയാ, ഞാൻ കൊടുക്കും. അല്ലാണ്ട് അവന്റെ വീട് ഏതാണെന്നോ നാട് ഏതാണെന്നോ ഒന്നും എനിക്കറിയില്ല. ഇതൊക്കെയാണ് സത്യമായിട്ടുള്ള കാര്യങ്ങൾ. അപ്പൊ നീ സത്യം പറയില്ല. നിന്നെ കൊണ്ട് സത്യം പറയിക്കാമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. ഇവരെ ആ സ്പെഷ്യൽ മുറി കൊണ്ടുവന്ന് പെരുമാറ്. പെരുമാറാൻ പോവാ? എല്ലാവരും കൂടി എന്നെ പെരുമാറാൻ പോവാ? സാറ് വിചാരിച്ചു എന്നെ ഇവിടെ തല്ലിക്കൊന്ന് കെട്ടിത്തൂക്കിയാ കരയാനും പിഴിയാനും ആൾക്കാരുണ്ടാവുന്നല്ലേ? എനിക്കാരുമില്ല സാറേ, ആരുമില്ല. ഞാൻ ഒറ്റത്തടിയാ. സത്യം പറഞ്ഞിട്ടും സാറിന് വിശ്വാസമായില്ലോ. പെരുമാറ്, എല്ലാവരും കൂടി പെരുമാറ്. അന്തോണി പൊയ്ക്കോളൂ, പൊയ്ക്കോളൂ. നിൽക്ക്. മേലാൽ ഈ ബിസിനസ് വേണ്ട. നിർത്തിയതായിട്ട് വെളിയിൽ അറിയുകയും വേണ്ട. അവനെങ്ങാനും അവിടെ വന്നാൽ ഉടനെ എന്നെ വിവരം അറിയിക്കണം. അതുകൊണ്ട് പൊയ്ക്കോളൂ. എന്റെ പൊന്നു മിലിറ്ററി സാറെ, പിന്നെ ഇവിടെ കിടന്ന് വലിക്കുക. പുറത്തൊരു കാലമാണ് കാവലിട്ടുണ്ട്. കാറ്റടിക്കുന്നുണ്ട്, മണടിക്കും. എനിക്കൊരു പോലീസുകാരുടെ തല്ലുള്ള വയ്യ. അന്തോണി, ഒരു പോലീസ് എന്നെ ഒരു ചുക്കും ചെയ്യൂല. ഞാൻ മിലിറ്ററിയാ. ആ ധൈര്യത്തിൽ തന്നെ ഞാനും കളിച്ചേ. എന്നിട്ട് എന്തായി? കൊണ്ടത് ഞാനല്ലേ? മതി നിന്റെ ആ തൃക്കൈകൊണ്ട് ബീഡിങ് തന്നതാ. മതി മതി. കാലത്ത് തുടങ്ങിയതല്ലേ ഇതേ, കുറെ നാളായി. അന്തോണി, അന്തോണി, നീ ഇവിടെ ഇരിക്കേ. എന്റെ പൊന്ന് മിലിറ്ററി സാറേ, എനിക്ക് ഇരിപ്പ് ഉറക്കില്ല. അവരെപ്പോഴാ കയറി വരാന്ന് ആർക്കാ അറിയാ? ആര് വേണേ വന്നോട്ടെ, നീ ഇതേ ഇവിടെ ഇരിക്കേ. എന്താ ഇന്ന് വല്ലാതെ പിടിച്ചോ? അന്തോണി, എനിക്ക് ആരുമില്ല അന്തോണി. ആര് പറഞ്ഞു ഇല്ലാന്ന്? ഉള്ളവരൊക്കെ വേണ്ടാന്ന് വെച്ചിട്ടല്ലേ? വേണ്ടാന്ന് വെച്ചത് ഞാനാണോ? അവളല്ലേ? അന്തോണി, നിനക്കറിയോ, ഗ്രൗണ്ടിൽ നിന്ന വേഷത്തില് ഞാൻ നാട്ടിലേക്ക് ട്രെയിൻ കയറിയതാ. ഞാനില്ലാത്തപ്പോ അവൾ എന്ത് വേണേ കാണിച്ചോട്ടെ, ഞാൻ അറിയില്ലല്ലോ. എന്റെ കൺമുമ്പ് വെച്ച് ഏതെങ്കിലും പുരുഷൻ സഹിക്കും അന്തോണി? ഒക്കെ കളഞ്ഞതല്ലേ, പിന്നെ എന്തിനാ അത് കുത്തിപ്പോകണേ? കാരണമുണ്ടെന്തോണി. ഇന്ന് വെളി വന്ന ദിവസ
വിളിയോ? ഉം. എവിടെന്ന്? മോളിൽ നിന്ന്. ഒന്ന് മിണ്ടാണ്ട് കുറച്ചു നേരം അടങ്ങി നീ കിടക്ക്. അന്തോണി, നീ എനിക്ക് വേണ്ടി പണിത പെട്ടി വേറെ ആർക്കും കൊടുത്തില്ലല്ലോ. എന്തിനാ ഇപ്പൊ അത് ഇതൊക്കെ പറയണേ? ആ, ആ, ആ. ഇത് പിടി, എന്റെ ഇപ്പൊ ഇതേ ഉള്ളൂ. അതൊക്കെ കൈ തന്നെ വെച്ചാ മതി. ആ, പോകുന്നതിന് മുമ്പ് കടങ്ങളൊക്കെ തീർക്കണ്ടേ അന്തോണി? ആര് പോണു? എവിടെ പോണു? ആ, ഇത് പിടി. ആ, മിണ്ടാണ്ട് അവിടെ കിടന്നേ. അത് വെച്ചോ. നീ എനിക്കൊരു പേര് തേർത്തതാ. ഞാനേ ആ കാലമാടം പോയി നോക്കിട്ട് വരാം. പിന്നെ വലിക്കേ കൊരക്കേ ചാവ് എന്ത് വേണേ ആവാം. അന്തോണി, ഇന്ന് നീ എന്റെ കൂടെ തന്നെ വേണം. എന്തോ എനിക്ക് വല്ലാത്തൊരു പേടി. പിന്നെ പേടി ഉള്ള കുഞ്ഞല്ലേ പേടിക്കാൻ. ഞാനേ ഇപ്പൊ വരാം. പോലീസുണ്ട്, പോലീസുണ്ട് മോനെ. എന്തിനാ അങ്കിൾ മോളെ മമ്മിയുടെ അടുത്ത് കൊണ്ടുപോവോ? അതിന് മോളെ മമ്മിയില്ല ഡാഡിയും ഇല്ല, പിന്നെന്തിനാ മോള് തനിയെ വീട്ടിൽ പോണത്? അങ്കിള് കള്ളം പറയുന്നതാ. മോളില്ലാതെ മമ്മി എവിടെ പോവില്ല. അങ്കിൾ എന്തിനാ മോളോട് കള്ളം പറയണത്? മോളുടെ അങ്കിളല്ലേ. നാളെയാണ് മോളുടെ മമ്മിയും ഡാഡിയും പറഞ്ഞത്. നാളെ മോളും അങ്കിളും വീട്ടിലേക്ക്. അങ്കിള് മോൾക്കൊരു കഥ പറഞ്ഞു തരട്ടെ? വേണ്ട ഇപ്പൊ. അപ്പോ ഒരു പാട്ട് പാടാം. അങ്കിളൊരു പാട്ട് പാടി തരട്ടെ? ഇന്ദുമോൾക്കറിയോ? അങ്കിള് നന്നായിട്ട് പാടും. വേണ്ട. പ്ലീസ് കേക്കണ്ട. പ്ലീസ് ഇന്ദു. കേക്കണ്ടാന്ന്. മോളെന്താ ഒന്നും മിണ്ടായിരിക്കുന്നേ? വേണ്ട. വേണ്ട. പോ. അങ്കിൾ ആരുമില്ല മോളെ. അങ്കിളിന് തല്ലല്ലോ മോളെ. വേണ്ട. ചീത്ത അങ്കിളിന് മോള് മാത്രമല്ലേ ഉള്ളൂ. അങ്കിൾ പാവല്ലേ, എന്തിനാ മോളെ തല്ലുന്നേ? അങ്കിളിന്റെ ചക്കര മോളല്ലേ. അടിക്കാതെ മോളെ. അങ്കിൾ പാവല്ലേ. ഇന്ദു, നീ എവിടെ പോണേ? ഇവിടെ വന്നിരിക്ക. വരാൻ. ഇന്ദുമോളെ വെറുതെ വാശി പിടിക്കരുത്. അങ്കിളാ വിളിക്കുന്നേ. ഇന്ദു, നമസ്കാരം. ലൈറ്റ് കണ്ടതുകൊണ്ട് കയറിയതാ. എന്നാ ഇവിടെ താമസമായേ? എന്തിനാ? ഞങ്ങൾ മേലേക്കാവിന്ന് ഒരു ഉത്സവ പിരിവിന് ഇറങ്ങിയതാ. എന്തെങ്കിലും സംഭാവന തന്നാ കൊള്ളാം. ഇത് അപ്പൊ പേരെന്താ രസീതിൽ എഴുതണ്ടേ? രസീതൊന്നും വേണ്ട, നിങ്ങൾ വയ്ക്കൂ. ശരി സാർ. ആ, കൊടുക്കറിയാതെ അങ്കിൾ അറിയാതെ ചെയ്തു പോയതാ. മോള് വാശി പിടിച്ചിട്ടില്ലേ? ഇനി ഒരിക്കലും അങ്കിൾ മോളെ അടിക്കില്ല, ഒരിക്കലും. നമുക്ക് മമ്മിയുടെ അടുത്ത് പോയി മോക്ക് ഇഷ്ടമുള്ള പാട്ട് പാടിത്തരാൻ പറയാം.
എങ്ങും കാണുന്നില്ലല്ലോ. ഞാൻ എവിടെയെല്ലാം അന്വേഷിച്ചു. വരൂ. മമ്മിക്ക് മോളെ കാണണം. മോളെ കണ്ടില്ലല്ലോ. മമ്മിക്ക് അറിയില്ലല്ലോ മോളെ എവിടെയാണെന്ന്. എന്റെ മോളെവിടെ? എനിക്ക് എന്റെ മോളെ കാണണം. ഇപ്പൊ കാണണം. പറ എന്റെ മോളെവിടെ? എന്റെ മോളെവിടെ എന്ന് പറ. നിങ്ങളൊക്കെ കൂടെ എന്റെ കുഞ്ഞിനെ എന്തോ ചെയ്യണം. പറ. എനിക്കൊന്നും കേൾക്കണ്ട. പറ എന്റെ കുഞ്ഞെവിടെ? എന്റെ കുഞ്ഞെവിടെന്ന്. എന്റെ മോളെന്നെ വിളിക്കുന്നു. ഹലോ, ആ പ്രേമയാണ്. എന്റെ ഫ്രണ്ടാണോ? ഞാൻ ഇതുവരെ പ്രതീക്ഷിച്ചിരിക്കുന്നു. എന്തുണ്ട് വിശേഷം? പാല് കൊടുത്തോ? മോളെ എവിടെ ഉണ്ട് ഇപ്പോ? ബ്രെഡും കൊടുത്തോ? ആ, പാല് മുക്കി കൊടുക്കുന്ന അവക്ക് ഇഷ്ടം. എന്താ മോളെ തിരിച്ചറിയാന്നോ? താങ്ക് യു. ഞാൻ എവിടെ വരണം? എങ്ങനെ ഡ്രസ് ചെയ്യണം? നിങ്ങൾ പറയുന്ന പോലെ ചെയ്യാം. വെള്ള സാരിയോ? സാരി മാത്രം മതിയോ? വേറൊന്നും വേണ്ട. ഇപ്പൊ തന്നെ എത്തിയേക്കാം. മാലാകെ പോലെയോ? ഓ, എത്താം. എപ്പോ? രാത്രി 12 മണിക്കോ? കോവിടത്തോ? വരാം. പോലീസോ? ആരും ഉണ്ടാവില്ല. ചേട്ടൻ ഇവിടെ ഇല്ല. ആരും ഉണ്ടാവില്ല. ഞാൻ മാറ്റാൻ വരാം. എനിക്ക് എന്റെ കുഞ്ഞിനെ, എനിക്കെന്റെ മോളെ തരണം. എന്നെ പറ്റിക്കരുത്. വെക്കട്ടെ. എന്താ ഇത് മോളെ? പ്രേമേ, എന്താ മോളെ കാണിക്കുന്നത്? ആരാത്? പ്രേമലതയാ? പ്രേമലതയാണോന്ന് മോൻ കാണിക്കൂ.
പറ്റി? ഓ എന്തോ ഒരു ചെറിയ പ്രോബ്ലം. ഓഹോ. ഒന്ന് പുഷ് ചെയ്യാമോ? അതിനെന്താ? താങ്ക് യു. ഗുഡ് നൈറ്റ്. ചേടാ പഹയൻ നമ്മളെ പറ്റിച്ചു കളഞ്ഞല്ല. സർ ശശി, ഒരു ബ്ലാക്ക് ഫിയറ്റ് കാർ മിസ് ജയകുമാറിന്റെ വീടിന് മുമ്പിൽ നിർത്തിയിട്ട് കോവളം റോഡിൽ പുറപ്പെട്ടിട്ടുണ്ട്. നമ്പരില്ല. അത് ഇപ്പോഴാണ്. അവനാണെന്നാ സംശയം. സാർ ഞാൻ ശശിയാണ്. ആ പഴയ വണ്ടി തന്നെ, ബ്ലാക്ക് ഫിയറ്റ്. ഇപ്പൊ നമ്പറുണ്ട്, KRT 4106. അവൻ തന്നെ പാർട്ടി, സംശയിക്കണ്ട. കൊല്ലം റൂട്ടിൽ പുറപ്പെട്ടുണ്ട്. വിശക്കുന്ന മോളെ. അങ്കിൾ ആപ്പിൾ കിട്ടി തരാലോ. തൊട്ടുപോരുത്. കുട്ടിയെ ഞാൻ പിന്നിൽ ഞങ്ങൾ ഉപദ്രവിക്കുന്നില്ല. കുഞ്ഞിനെ വിട്ടേക്ക്. അല്ലെങ്കിൽ പോരുത്. Don't move. I said don't move.
ഹോൾഡ് ഓൺ പ്ലീസ്. ജയകുമാറല്ലേ? DYSP സോമശേഖരൻ. ഞാൻ ഫോൺ ഒരാടെ കൊടുക്കാം, സംസാരിക്കണം. ഹലോ ഡാഡി. എന്താടാ പേര്? പേരെന്താന്ന്? സുനിൽ. എന്തോ സുനിൽ? വയസ്സ്? 20. 20. മോനെ സുനിൽ അറിയോ അവിടെ? മോനെ, അയ്യോ എന്റെ മോനെ കണ്ടാൽ അറിയണ്ടായല്ലോ. നീ ഒന്ന് പറഞ്ഞാ മതിയായിരുന്നല്ലോ. ഡാഡി എല്ലാം എന്ത് സംഭവിച്ചു? അവൻ അറസ്റ്റിലാണ്. അത്രേ ഉള്ളൂ, അങ്ങ് റിലീസ് ചെയ്താത്തിരുന്നല്ലോ. വെറുതെ അങ്ങ് റിലീസ് ചെയ്യാനല്ല ഞങ്ങൾ അറസ്റ്റ് ചെയ്തത്. നിങ്ങളുടെ മകൻ ഈ കുട്ടിയുടെ അമ്മയെ പതിവായി ഫോൺ ചെയ്ത് ഭീഷണിപ്പെടുത്തി. അവസാനം കുട്ടിയെ തട്ടിക്കൊണ്ടുപോയി സെക്ഷുവൽ ഇന്റൻഷനോടെ അവരെ അവിടെ എവിടെയൊക്കെ വരുത്താൻ ശ്രമിച്ചു. നോൺസെൻസ്. എന്റെ മകൻ അങ്ങനെ ഒന്നും ചെയ്യില്ല. ഇതാണ് എന്റെ അഡ്വക്കേറ്റ് മിസ്റ്റർ കുറുപ്പ്. പ്ലീസ് സിറ്റ് ഡൗൺ. നോ താങ്ക്സ്. നിങ്ങൾ അറസ്റ്റ് ചെയ്തു എന്ന് പറയുന്നു. വാറണ്ട് ഉണ്ടായിരുന്നു? ഐ ഡോണ്ട് നീഡ് ഇറ്റ്. എനിക്ക് അതിനുള്ള പവർ ഉണ്ട്. ഏത് സെക്ഷൻ അനുസരിച്ചാണ് അറസ്റ്റ് ചെയ്തത്? അതൊക്കെ ഞാൻ കോടതി പറഞ്ഞാ പോരെ. സുനിൽ പതിവായി ഫോൺ ചെയ്തിരുന്നു എന്ന് പറയുന്നു. നിങ്ങൾ കോൾ ട്രേസ് ചെയ്തിട്ടുണ്ടോ? നോ. സർക്കംസ്റ്റാൻഷ്യൽ എവിഡൻസ് ഞങ്ങൾക്കത് മതി. വിലപ്പോവില്ല. തന്നെയുമല്ല, കുട്ടിയെ കോൺവെന്റിൽ നിന്ന് തട്ടിക്കൊണ്ടുവന്നു എന്ന് പറയുന്നു. ടീച്ചർ സുനിൽ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ടോ? ഞങ്ങൾക്ക് അതിന്റെ ആവശ്യമില്ല. പിന്നെ ഇതെല്ലാം സുനിലാണ് ചെയ്തതെന്ന് എങ്ങനെ നിങ്ങൾക്ക് പറയാൻ കഴിയും? എങ്ങനെ സുനിലിനെ നിങ്ങൾ അറസ്റ്റ് ചെയ്തു? ഞങ്ങൾ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് അതിനുള്ള അധികാരമുണ്ട്. പോലീസ് ഉദ്യോഗസ്ഥന്മാര്? താനെന്താ വിചാരിച്ചത്? ഞങ്ങൾക്ക് അവർ മിഡ്ഡികളാണെന്നാണോ ഈ കുട്ടിയോടൊപ്പമാണ് അറസ്റ്റ് ചെയ്തത്? ഇയാളാരാ നിങ്ങളെ മുമ്പ് കണ്ട് ശരി പിള്ളേരെ പോലെ സംസാരിക്കുന്നത്? ഞങ്ങൾക്ക് പോലീസുകാരുടെ തെളിവുകളൊന്നും കേൾക്കണ്ട. കാണുന്നുണ്ടല്ലോ ദിവസവും പേപ്പറിൽ. പിന്നെ നിങ്ങളോട് എനിക്ക് കെഞ്ചേണ്ട കാര്യമൊന്നുമില്ല. ചീഫ് മിനിസ്റ്റർ വേണോ, ഹോം മിനിസ്റ്റർ വേണോ, ഞാൻ ഒന്ന് ഫോൺ ചെയ്താൽ മതി. നിങ്ങൾക്ക് എന്നെ അറിഞ്ഞൂടാൻ തോന്നുന്നു. നിങ്ങളെ മിനിസ്റ്റർ ആയാലും എനിക്ക് പ്രശ്നമല്ല. എന്നെ ഏതെങ്കിലും ഓണം കേറാമൂലയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ ചിലപ്പോൾ നിങ്ങൾക്ക് കഴിഞ്ഞൊന്നു വരും. അതിലും എനിക്ക് ഭയമില്ല. ഇവിടെ അതല്ല പ്രശ്നം. നിങ്ങളുടെ മകൻ ഒരു ഡ്രഗ് അഡിക്റ്റ് ആണ്. ഒരുപക്ഷേ നിങ്ങൾക്കത് അറിഞ്ഞുകൂടായിരിക്കും. അവൻ ചെയ്തു വന്ന തെറ്റുകൾ മനസ്സിലാക്കാതെ ശരിയും തെറ്റും മനസ്സിലാകാത്തൊരു സ്ഥിതിയിലേക്ക് ദൈവീത് അവനെ വലിച്ചഴിക്കരുത്. ഉപദേശമൊന്നും വേണ്ട. നിങ്ങൾക്കിപ്പോ അവനെ റിലീസ് ചെയ്യാൻ ഒക്കുമോ ഇല്ലയോ? നോ. അപ്പൊ ജാമ്യത്തിൽ വിട്ടേക്കൂ. നോ. വേണ്ട, വിടരുത് പ്ലീസ്. അവർക്ക് വേണ്ടി തന്നെയല്ല, അവന്റെ പ്രസിഡന്റ് അവർക്ക് വേണ്ടത്. I don't want any of his bail. മമ്മി ഡാഡി മോനെ കൊണ്ടുപോകണല്ലേ? എനിക്ക് ആരുടെ ആവശ്യമില്ല. Get out, please. Sir, sir, എന്നെ കൊണ്ടുപോകാൻ അനുവദിക്കരുത് സർ, പ്ലീസ്. കൂൾ ഡൗൺ പ്ലീസ്, കൂൾ ഡൗൺ. ഇറ്റ്സ് എ നോൺ ബെയിലബിൾ ഒഫൻസ്. അതുകൊണ്ട് ഇവിടുന്ന് ജാമ്യം കിട്ടില്ല. അപ്പോ എല്ലാം നിങ്ങൾ തന്നെ അങ്ങ് തീരുമാനിച്ചു. ജഡ്ജിയും കോടതിയും ഒക്കെ നിങ്ങൾ തന്നെ. എന്നെ കളിപ്പിക്കാൻ വരരുത്. കളിപ്പിച്ചവരെയൊക്കെ ഞാൻ കളി പഠിപ്പിച്ചിട്ടേ ഉള്ളൂ. പഠിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞല്ലോ മിസ്റ്റർ. ഇയാൾ തന്നെ അവനെ അവിടെ കൊണ്ടുവരും. നീ നോക്കിക്കോ. ഇവന്മാർ അവനെ പേടിപ്പിച്ചിരിക്കുക. വാടി ഇങ്ങോട്ട്. മോനെ. വരാനല്ലേ പറഞ്ഞത്? വരാനേ. ഇങ്ങോട്ട് വരാൻ. പേടിക്കല്ലേ. ഞാൻ വിചാരിച്ചത് ഇവിടെ എന്തെങ്കിലും നടക്കുമെന്ന് ഞാൻ നോക്കട്ടെ. മോനെ. സുനിൽ, എന്നെ രക്ഷിക്കണം. എനിക്ക് എന്നെ തന്നെ നിയന്ത്രിക്കാൻ കഴിയുന്നില്ല സർ. സേവ് മീ പ്ലീസ്. സുനിൽ എന്താ കൊച്ചു കുഞ്ഞുങ്ങളെ പോലെ? ഡാഡി. മോളെ ഡാഡി ഡാഡി മമ്മി എവിടെ? നമുക്ക് മമ്മ അടുത്ത് പോകാം. മമ്മി മോളെ കാത്തിരിക്കുക ഇവിടെ. ഇതാണോ സാർ പാർട്ടി? ഇത് പോലീസ് സ്റ്റേഷനാണ്. നിയമം കയ്യിലെടുക്കാൻ നിങ്ങളെ ഞങ്ങൾ അനുവദിക്കില്ല. സോറി സർ, എന്നോട് ക്ഷമിക്കണം. എന്റെ ഒരു അവസ്ഥ സാർ മനസ്സിലാക്കണം. ഭാര്യ അബോധാവസ്ഥയിലാണ്. ഞങ്ങൾ അനുഭവിക്കുന്ന വേദന സാർ മനസ്സിലാക്കണം. എല്ലാം എവനൊരുത്തം